وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما ألفينا عليه آباءنا أولو كان آباؤهم لا يعقلون شيئا ولا يهتدون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സർവാധിനാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മേവരും കാത്തിരിക്കുന്ന നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും നമ്മുടെ പ്രചാരണ പരിപാടികളുമായി സ്ക്വാഡ് വർക്കുകളും പ്രസംഗങ്ങളും CD പ്രദർശനവും ലഘുലേഖാ വിതരണവും കുടുംബയോഗങ്ങളും ഒക്കെയായി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ഓരോ പ്രവർത്തനത്തെയും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന നിങ്ങൾക്കും സമ്മേളനത്തിന്റെ എന്തൊക്കെയായി എന്ന് കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. പലരും നാട്ടിൽ പോകാൻ സമ്മേളനത്തിന്റെ സമയം പ്രത്യേകം കണ്ട് ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം 5 കൊല്ലത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വളർച്ചയും ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റവും ശരിക്കും നേരിൽ കാണാവുന്ന ഒരവസരം എന്ന നിലയിൽ തന്നെയാണ് ആളുകൾ സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. വാസ്തവത്തിൽ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ പരിസമാപ്തി മാത്രമാണ് ചങ്ങരംകുളത്ത് ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ നടക്കാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചങ്ങരംകുളത്തെ ആ പന്തലിനുള്ളിൽ നടക്കുന്ന പ്രസംഗങ്ങളോ അതല്ലെങ്കിൽ അവിടെയുള്ള ചർച്ചകളോ മാത്രമല്ല. അത് നാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അതിലെവിടെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും അവിടെയൊക്കെ ഈ സന്ദേശം എത്തിച്ച് അവസാനം ആ സന്ദേശ പ്രചാരണത്തിന്റെ പരിസമാപ്തി എന്ന നിലക്കാണ് വാസ്തവത്തിൽ നാം അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ സമ്മേളന പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നൽകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊക്കെ നാട്ടിൽ നിന്ന് ഫോൺ വരും, നമ്മളെ യൂണിറ്റിന് ഇത്ര റുപ്യാണ് ടാർജറ്റ്, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടുന്ന് ഒരു ബസ് പോകണം, എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ അതില് നിങ്ങളുടേതായ പങ്ക് നിങ്ങൾ വഹിക്കണം. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ യൂണിറ്റിൽ എന്തു നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ശ്രദ്ധ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് യൂണിറ്റ്, തൊട്ടടുത്ത യൂണിറ്റ് ഏതാണ്, ആ മേഖല ഏതാണ്, അവിടെ എവിടെയാണ് പുതുതായി സന്ദേശം എത്തിക്കേണ്ടത്, ബന്ധപ്പെട്ടവരെ നിങ്ങൾ വിളിക്കണം. സന്ദേശം എത്തിക്കാൻ വേണ്ട സാമ്പത്തിക സഹായം വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. നിങ്ങളെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവരോട് സഹായിക്കാൻ ഓർമ്മപ്പെടുത്തണം. അങ്ങനെ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ സന്ദേശ പ്രചാരണം ശക്തിപ്പെടുത്തുക എന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ സമ്മേളനം കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. അത് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാകണം എന്നാണ് ഈ പ്രചാരണ സമ്മേളനത്തിൽ എനിക്ക് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് തന്നിട്ടുള്ള വിഷയം വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷേ വൈകിയപ്പോ നാളെ ജോലിക്ക് പോകൽ എങ്ങനെ എന്നാണ് പലരുടെയും മനസ്സിലുണ്ടാവുക. ഞാൻ അത്ര നീട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചുരുക്കിയ വാക്കുകളിൽ മാത്രം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് മുസ്ലിം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ല. എല്ലാ വിഭാഗം മുസ്ലിമീങ്ങളും ഇന്ന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഉയർന്നു വന്നിട്ടുണ്ട് എന്നതിൽ ആർക്കും തർക്കമില്ല. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലുമൊക്കെ ഒരു 3/4 നൂറ്റാണ്ട് മുമ്പുള്ള മുസ്ലിം കേരളത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റം
സാമ്പത്തിക പുരോഗതിയുടെയും ശാസ്ത്ര പുരോഗതിയുടെയും വെളിച്ചത്തിൽ താനെ ഉണ്ടായതാണെന്നും അല്ലെങ്കിൽ ഞങ്ങളാണതൊക്കെ ഉണ്ടാക്കിയതെന്നും പറയുന്ന ഒരു കൂട്ടർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊരു ക്യാമ്പയിൻ നമ്മുടെ മുസ്ലിയാക്കന്മാർ നടത്തി. മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു. മുജാഹിദുകൾ മതത്തെ നവീകരിച്ചിരിക്കുകയാണ്, അതിനെ ഞങ്ങൾ റോട്ടിൽ ചോദ്യം ചെയ്യാണ് എന്നാണ് അതിന്റെ അർത്ഥം. ചോദ്യം ചെയ്തു വന്നപ്പോ മലർന്നു കടന്ന് മേൽപോട്ട് തുപ്പിയ അവസ്ഥ ഉണ്ടായത്. ആരാടോ മതം നവീകരിച്ചത് എന്ന് തിരിച്ച് അങ്ങോട്ട് ചോദിച്ചപ്പോ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കാരണം മുജാഹിദുകൾക്കെതിരിൽ എല്ലാവരും കൂടി ഐക്യമുന്നണിയാണ്. സിമി മൂത്തോനും ജമായത്ത് മാറിയോനും സൂഫിയും തെരീഖത്തും AP EK ആന ടൈഗർ എല്ലാരും കൂടിയിട്ട് സലഫികൾക്കെതിരിൽ ഒന്നാണ്. അങ്ങനെയാണ് ഈ ടൈറ്റിൽ തന്നെ അവർക്ക് കിട്ടിയത്. ഖുറാഫി ചിന്തിച്ചാൽ കിട്ടുന്ന ടൈറ്റിലല്ല അത് മറ്റോ പറഞ്ഞു കൊടുത്ത ടൈറ്റിലാ. ആ ടൈറ്റിലേറ്റ് ഇറക്കി നോക്കുമ്പോ എന്താ അതിൻ്റെ ഉള്ളിൽ പറയേണ്ടത് തന്നെ അവർക്ക് മറ്റൊരു കൊടുത്ത നോട്ടാ. ഒരു റൗണ്ടേ പറയാൻ കഴിഞ്ഞുള്ളൂ, 2ാം റൗണ്ട് അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. മതനവീകരണം വിചാരണ ചെയ്യുകയാണ്. മുജാഹിദുകൾ ഉണ്ടാക്കിയ നവോത്ഥാനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ എന്ത് നവോത്ഥാനം അവിടെ ഉണ്ടാക്കിയത്? ഞങ്ങളല്ലേ നവോത്ഥാനം ഉണ്ടാക്കിയത് എന്നാണ് അവർ പറഞ്ഞത്. വാസ്തവത്തിൽ എന്താന്ന് ചോദിച്ചാൽ അവരുടെ പ്രസംഗം മാത്രം കേൾക്കുന്ന, അവരുടെ ലേഖനം മാത്രം വായിക്കുന്ന അവരുടെ തലമുറക്കെങ്കിലും മുജാഹിദുകളല്ല ഈ മാറ്റം ഉണ്ടാക്കിയത്, നമ്മൾ തന്നെയാണ് എന്ന് 4 ആൾ വിശ്വസിച്ച അത്രയെങ്കിലും ആയില്ലേ എന്നാണ് അവരുടെ വിചാരം. ആ നിലക്ക് പല പുസ്തകങ്ങളും ഇപ്പൊ അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെളിച്ചം പരത്തിയത് ആരാണ് എന്ന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ചരിത്രത്തോട് ചെയ്യുന്ന വലിയ ക്രൂരതയായിരിക്കും അത്. കേരള മുസ്ലിംകളുടെ ചരിത്രത്തിന്റെ പ്രവാഹത്തെ സ്വാധീനിച്ച് അതിന്റെ ഗതിയെ തന്നെ തിരിച്ചുവിട്ട ഒരു മഹാപ്രസ്ഥാനം ഈ നാട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് വരും തലമുറ വിസ്മരിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തണം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ശില്പികൾ ആരാണെന്ന്. വീമ്പ് പറയാനല്ല, പെരുമ്പറ കൊട്ടി ഞങ്ങളാണ് അതിന്റെ ആളുകളെന്ന് നാട്ടിലുടനീളം കൂവി നടക്കാനല്ല. പക്ഷേ നിങ്ങൾക്ക് ഇതിലൊന്നും പങ്കില്ല എന്ന് വേറൊരു കൂട്ടര് പറയുമ്പോ എട്ടുകാലി മമ്മുഞ്ഞിനെ പോലെ അതിന്റെ ആള് നമ്മളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയേണ്ടി വരികയാണ്. അതിനുവേണ്ടി മാത്രമാണ് വാസ്തവത്തിൽ ഈ ഒരു വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വായിക്കാവുന്ന പുസ്തകങ്ങൾ സമസ്ത അന്നും ഇന്നും എന്ന പേരിൽ ഇറക്കിയ ഒരു പുസ്തകം, ചെറിയൊരു പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മുടെ കഴിഞ്ഞ കാല സോവനീറുകളിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം സമൂഹത്തിൽ വരുത്തിയ പരിവർത്തനങ്ങൾ, മുൻകാല മുസ്ലിമീങ്ങളുടെ സ്ഥിതിയും ഈ പ്രസ്ഥാനം വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും വിശദമായി എഴുതിയ ലേഖനങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കണം. മൊയ്തു മൗലവി, മൊയ്തു മൗലവി, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്, അദ്ദേഹം ആദ്യം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം ഉൾക്കൊണ്ട ആളും പിന്നീട് ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ അതിലേക്ക് മാറിയ ആളുമാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്, ആദ്യകാല അനുഭവങ്ങൾ. ഓർമ്മക്കുറിപ്പുകൾ എന്ന പേരിൽ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് അത് പുറത്തിറക്കിയിട്ടുണ്ട്. അതിലും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പേരിൽ CN അഹമ്മദ് മൗലവിയും KK മുഹമ്മദ് അബ്ദുൽ കരീം എഴുതിയ പുസ്തകമുണ്ട്. അതിലും നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് വായിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. KM മൗലവി എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, KK മുഹമ്മദ് അബ്ദുൽ കരീം തന്നെ എഴുതിയത്. അതിലും നമുക്ക് വായിക്കാനുണ്ട്. വെട്ടം അബ്ദുള്ള ഹാജി എന്ന പേരിലുള്ള പുസ്തകം, വക്കം മൗലവിയും നവോത്ഥാന നായകന്മാരും എന്ന പുസ്തകം. ഇങ്ങനെ കേരള മുസ്ലിമീങ്ങളുടെ ചരിത്രം, ആ കാലത്തെ ചരിത്രം ആർക്കും തുടച്ചു മായ്ച്ച് കളയാൻ പറ്റാത്ത വിധം രേഖപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കണം. പുതിയ തലമുറ വിശേഷിച്ചും അതിനെക്കുറിച്ചൊക്കെ അറിയണം. എന്റെ നാട്ട് എടത്തനാട്ടുകര ഭാഗത്തൊക്കെ 10-20 മഹല്ലുകൾ ഒന്നിച്ച് മുജാഹിദ, മാലയും മൗലൂദും കണ്ടിട്ടില്ലാത്ത, ഖുറാഫാത്ത് ഒരിക്കൽ ഒരു ദിവസം പോലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ അവിടെ ഉണ്ട്. അവരൊക്കെ എന്തിനാ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനം, എന്താ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തോടെ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. കാരണം അവർ ഈ ഇരുട്ട് കണ്ടിട്ടില്ല, അവർ പിറന്നു വീണത് വെളിച്ചത്തിലേക്കാണ്. ഖുറാഫാത്തിന്റെ കൂരിരുട്ട് കാണാതെ, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളുടെയും പുകപടലങ്ങൾ കാണാതെ തൗഹീദിന്റെ സുന്നത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് പറന്നു വീണവർ എന്തിനാ ഈ പ്രസ്ഥാനം ചോദിച്ചു പോകും. അങ്ങനെ ഒരു അവസ്ഥ പല മഹല്ലുകളിലും വരുമെന്ന് നമ്മൾ ഭയപ്പെടണം. അതുകൊണ്ട് മക്കളെ, ഈ വെളിച്ചം വെറുതെ പരന്നതല്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായിരുന്നു മുമ്പത്തെ അവസ്ഥ? എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ ഈ പുത്തൻ ഉണർവും ഉത്സാഹവും ഒക്കെ ഉണ്ടായത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ലക്ഷക്കണക്കിന് കേരള മുസ്ലിമീങ്ങളെ വിശ്വാസ ആചാര രംഗങ്ങളിൽ നേർവഴിക്ക് നയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത്
നമ്മുടെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് അവർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും വിശ്വാസ ആചാര രംഗങ്ങളിൽ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന് അവർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ അവരുടെ കൂടെ നിൽക്കുന്ന പലരും കളം മാറ്റി ചവിട്ടി നമ്മുടെ കൂടെ വരുന്നത് നമ്മളെ യോഗ്യത കണ്ടിട്ടല്ല, നമ്മളെ നേതാക്കന്മാരുടെ പളവളപ്പ് കണ്ടിട്ടല്ല, പിന്നെ പ്രസ്ഥാനത്തിന്റെ ആസ്തി കണ്ടിട്ടല്ല, ഈ ആദർശത്തിന്റെ മഹിമ കണ്ടിട്ടാണ്. ഈ ആദർശം അത് സത്യ ആദർശമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടാണ്. കുറെ അവിടെ നിൽക്കാൻ അവർ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. മുസ്ലിയാക്കന്മാരായ ആളുകൾ എങ്ങനെയെങ്കിലും അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്കിയവര്, പക്ഷേ അവരറിയാതെ പുറത്തു ചാടേണ്ടി വരികയാണ്. അല്പം മനസാക്ഷിയുള്ളവർ, അറിഞ്ഞ സത്യം തുറന്നു പറയാൻ വേദി എവിടെയെന്ന് അന്വേഷിക്കുന്നവർ, നിവൃത്തിയില്ലാതെ സത്യം തുറന്നു പറയാനുള്ള വേദി അന്വേഷിച്ചു വരുമ്പോ അതിന്ന് കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ നമ്മൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഖുർആനിലും സുന്നത്തുനിന്നും മുൻഗാമികളെ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിച്ച സത്യങ്ങൾ പച്ചയായി പറയാനുള്ള അവസരം വേറെ എവിടെയും ഇല്ല എന്നതാണ് വാസ്തവം. മനസാക്ഷിക്കെതിരായി പ്രസംഗിക്കേണ്ട, എഴുതേണ്ട ഗതികേട് അവരുടെ കൂട്ടത്തിലുള്ളവർക്കുണ്ട് എന്നതാണ് അല്പമെങ്കിലും മനസാക്ഷിയുള്ളവരെ പുറത്തു കാടാൻ പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വിദ്യാഭ്യാസ രംഗത്തെ മുസ്ലിമീങ്ങളെ ഇന്നത്തെ വളർച്ച എല്ലാവരും ഇന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. ഇപ്പോ സ്കൂളൊക്കെ വിട്ടു, ഇപ്പൊ മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഫാർമസി കോളേജ്, അതാർക്കാ കൂടുതൽ എന്ന് അപ്പൊ ചോദിക്കണത്. നിങ്ങൾക്ക് എത്ര ഫാർമസി കോളേജ് ഉണ്ട്, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടോ എന്ന് നമ്മോട് ഇങ്ങോട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, കാന്തപുരം മുസ്ലിയാർ ഈ അടുത്ത കാലത്ത് പ്രസംഗിച്ചത് തലപ്പാവ് കെട്ടിയ ശരിയായ ദസ്വിമാലയും കയ്യിൽ MBBS കാരന് MD കാരനുണ്ടോ, അവിടെ നിങ്ങൾ പോയി വരി നിൽക്കേണ്ടി വരും, അവിടേക്കാണ് ഞങ്ങൾ സമുദായത്തെ നയിക്കുന്നത് എന്ന് മുസ്ലിയാർ പ്രസംഗിക്കാണ്. സമുദായത്തെ വളർത്തിക്കൊണ്ടുവരണമെന്നല്ല, വേറെ ആരെയൊക്കെയോ പകരം വീട്ടണം എന്നാ മൂപ്പരുടെ ഉദ്ദേശം. ഫറൂഖ് ചുങ്കത്ത് ആശുപത്രി ഉണ്ടാക്കിയിട്ട് മൂപ്പര് പ്രസംഗിച്ചെന്താണെന്നറിയോ? ഇതൊക്കെ ചില ആളുകൾക്ക് മാത്രമേ നടത്താൻ കഴിയുള്ളൂ എന്ന ചരിത്രം തിരുത്തി കുറിക്കാനാണ് ഈ ആശുപത്രി. സമുദായത്തിന് ആതുര സേവനം നൽകണം എന്നുള്ളതല്ല. പിന്നെയോ ഞങ്ങൾക്കും കഴിയും ആശുപത്രി ഉണ്ടാക്കാൻ. അപ്പൊ ആ തരത്തിലുള്ള ഒരു ദുർവാശിയോട് കൂടിയാണ് ഇപ്പോൾ സമുദായ പുരോഗതിക്ക് വേണ്ടി സംഘടനകൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ പഴയ കാലത്തെ കുറിച്ച് കേൾക്കുമ്പോ ഇപ്പോഴുള്ള ആളുകൾ അവർക്ക് ഛർദിക്കാൻ വരും, ഓക്കാനം വരും. പക്ഷെ ഛർദിക്കാൻ വന്നിട്ട് കാര്യമല്ല, മനം പെരട്ടലുണ്ടായിട്ട് കാര്യമല്ല. നിങ്ങളെ ഉപ്പാപ്പമാര് പറഞ്ഞതാണ്, അത് തെറ്റാണെന്നങ്ങ് പറഞ്ഞേക്ക്, ഒരു പ്രശ്നമില്ലല്ലോ. പക്ഷെ അത് പറയാൻ തയ്യാറില്ല. അന്ന് ഞങ്ങളെ ഉപ്പാപ്പമാര് പറഞ്ഞതും ശരി, ഇന്ന് ഞങ്ങൾ പറയുന്നതും ശരി എന്നാണ്. പേര് തന്നെ ഇംഗ്ലീഷിലാ, സംഘടനയുടെ പേര്. സംഘടനയുടെ പേര് വരെ ഇംഗ്ലീഷിലാക്കി ഇംഗ്ലീഷ് മീഡിയത്തിന് വേണ്ടി മത്സരിച്ച് ഇംഗ്ലീഷ് ഭാഷ ഞങ്ങളാണ് കൂടുതൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എന്ന് വാദിക്കുന്ന ആളുകൾ, നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞ ഫത്വക്ക് നിങ്ങൾക്ക് എന്തായിരുന്നു ആധാരം? ആ ഫത്വ ഇപ്പോഴും നിലവിലുണ്ടോ? ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? അന്നിവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ബ്രിട്ടീഷുകാരോട് ഞങ്ങളുടെ ഉപ്പാപ്പമാർക്കുണ്ടായിരുന്ന തീർത്താൽ തീരാത്ത വിദ്വേഷത്തിന്റെ ഫലമായിരുന്നു ഞങ്ങൾ അന്ന് അങ്ങനെ ഫത്വ കൊടുത്തത്. വാസ്തവം കേരള മുസ്ലിമീങ്ങൾക്കറിയാം. ഇവിടെ കേരള ജംഇയ്യത്തുൽ ഉലമ 1924 രൂപീകരിക്കപ്പെടുന്നത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് അതിന് തെറ്റിപ്പോയിട്ടാണ് വേറെ കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിയത്. 1930 സൊസൈറ്റി ആക്ട് അനുസരിച്ച് സംഘടനകൾ രജിസ്റ്റർ ചെയ്തപ്പോ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദ്യത്തെ സംഘടന ആദ്യം പോയി രജിസ്റ്റർ ചെയ്തു. രണ്ടാമത്തേർ ചെന്നിട്ട് ഒരു കേരള ജംഇയ്യത്തുൽ ഉലമ കൂടി രജിസ്റ്റർ ചെയ്യാണ്ട് എന്ന് പറഞ്ഞപ്പോ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് ഒരേ പേരിൽ 2 സംഘടന രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നാ അതിന്റെ തലയ്ക്ക് ഒരു സമസ്ത എന്നും കൂടി ചേർത്തി കൊടുത്തേക്ക്. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്. എന്തിനാണ് വാസ്തവത്തിൽ ഇത് ഉണ്ടാക്കിയത്? ഇപ്പൊ നമ്മള് സമസ്തക്കാരുടെ പിന്മുറക്കാൻ ഒരു പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദർശത്തിലേക്ക്, പൈതൃകത്തിലേക്ക്. ആദർശം ഉണ്ടായിട്ട് വേണ്ടേ? പൈതൃകം ഏതാണ്? ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞതാണോ പൈതൃകം? അല്ലാതെ സ്വർഗത്തിൽ പോണ ഭാഷയാണെന്ന് ഇപ്പോഴത്തതാണോ നിങ്ങളുടെ ആദർശം? അതാണോ നിങ്ങളെ പൈതൃകം? തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ആദർശത്തിലേക്കും പൈതൃകത്തിലേക്കും തിരിച്ചു വിളിക്കുന്നവരോട് ചോദിക്കട്ടെ. 1924 ഐക്യസംഘത്തിന്റെ 2ാം വാർഷികത്തിൽ വെച്ച് ഒരു പണ്ഡിത സംഘടനയ്ക്ക് രൂപം നൽകിയപ്പോ കേരളത്തിലെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാർക്കും യോജിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു വേദി എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തിനാ പിന്നെ അതിന് തെറ്റിപ്പോയത്? പിൽക്കാലത്ത് സമസ്തയുടെ നേതാവായി വന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പോലും
ഈ ഉലമാ സംഘത്തെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ എന്ന് ദുആ ചെയ്ത ആളാ. എന്തിനാ പാങ്ങുകാരൻ പിന്നെ തെറ്റിപ്പോയത്? പാങ്ങുകാരനും സിൽബന്തികൾക്കും മനസ്സിലായി ഈ പോക്ക് പോയാൽ നമ്മളെ മതവാണിഭം നടക്കൂലെന്ന്, ദീന് കച്ചവടം ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലായി. സമുദായത്തിൽ ഇത്തിക്കണ്ണികൾ പോലെ കടിച്ചു തൂക്കി അന്ധവിശ്വാസ അനാചാരങ്ങളിലൂടെ സമുദായത്തിന്റെ രക്തം പൂറ്റിക്കുടിച്ച് പൗരോഹിത്യത്തിന് തടിച്ചു വഴുക്കാൻ ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നോട്ടുള്ള പ്രയാണം തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ 1926 സമസ്ത ഉണ്ടാക്കിയത്. എന്നിട്ടോ അന്ന് എന്താ ചെയ്തത്? ഭരിക്കുന്ന കക്ഷിയെ എതിർക്കൽ ദീനിന് മാറാണ് എന്നാ പറഞ്ഞു. മാറുകാരനെ എതിര്. ആരാ ഭരിക്കണേ? വെള്ളക്കാരൻ. വെള്ളക്കാരനെ എതിർക്കല് ദീനിനെതിരാണ്. വെള്ളക്കാരനെ സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ വേണ്ടത്. അന്ന് കോൺഗ്രസിന്റെ ഇവിടെ, ഖിലാഫത്ത് കമ്മിറ്റിന്റെ ഇവിടെ അതിലൊന്നും മെമ്പർഷിപ്പ് എടുത്തോന് സമസ്തയിൽ മെമ്പർഷിപ്പ് കിട്ടൂല. പിന്നെ ബ്രിട്ടീഷുകാരന്റെ മൂട് താങ്ങികളായിരുന്ന ജസ്റ്റിസ് കക്ഷിന്റെ ജസ്റ്റിസ് കക്ഷിയിലെ മെമ്പറായവർക്ക് മാത്രമേ സമസ്ത മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. അത്ര വലിയ യജമാന ഭക്തിയാന്ന് കാണിച്ചത്. ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭുവും പത്നിയും സർക്കിറ്റ് കഴിഞ്ഞ് മടങ്ങുമ്പോ ദേശീയ വിപ്ലവകാരികളെ ബോംബാക്രമണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോ അതിൽ അളവറ്റ സന്തോഷം രേഖപ്പെടുത്തിയ ഒരേ ഒരു പിന്തിരിപ്പൻ സംഘടന നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. കുറെ മുതലാളിമാരെ ഒതുക്കി നിർത്താൻ വേണ്ടി ഖാൻ ബഹദൂർ പട്ടം നൽകി ബ്രിട്ടീഷുകാരൻ പിടിച്ചു നിർത്തിയിരുന്നു. അത്ര ഖാൻ ബഹദൂർ പട്ടം കിട്ടിയ മുതലാളിമാരും അവരെ ശിങ്കിടികളായ ചില മുസ്ലിയാക്കന്മാരുമാണ് ഈ സമസ്ത എന്ന സാധനം ഉണ്ടാക്കിയത്. അവർക്ക് ബ്രിട്ടീഷുകാരോട് വിരോധം ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കാനാണ് ഞാനിത് പറഞ്ഞത്. കാരണം ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണെന്ന് പറയുന്നതിന് ഇപ്പോൾ പറഞ്ഞ ന്യായതാണ്. ഞങ്ങൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. ബ്രിട്ടീഷുകാരോട് അവർക്ക് എതിർപ്പുണ്ടായിരുന്നത് മാത്രമല്ല, ഖിലാഫത്തും കോൺഗ്രസും പ്രസിദ്ധീകരിക്കുന്ന അറബി മലയാള ലഘുലേഖകൾ ബ്രിട്ടീഷ് തമ്പുരാക്കന്മാരെ കാലിന് ചോട്ടിൽ പോയി കാലിച്ചായക്ക് വേണ്ടി വായിച്ചു കൊടുത്ത പാരമ്പര്യമാണ് ഈ സമസ്തക്കാരുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത്. അതൊന്നും പിന്മുറക്കാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ ചരിത്രം ഒന്ന് വായിച്ചു പഠിക്കണം അവർ. എന്നിട്ട് അഭിമാനപൂർവ്വം അതൊക്കെ അവരുടെ സമസ്തയുടെ റിപ്പോർട്ടിൽ വരെ പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുക. അതിന്റെയൊക്കെ കോപ്പി നമ്മളെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും പറ്റിയ നാക്കുപ്പഴയോ എവിടെയെങ്കിലും അറിയാതെ എഴുതിപ്പോയതോ അല്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ബ്രിട്ടീഷുകാരനും അമേരിക്കക്കാരനൊക്കെ ഇംഗ്ലീഷ് തന്നെയല്ലേ സംസാരിക്കണത്? അല്ലേ? അവർ ഔദ്യോഗിക ഭാഷ അതല്ല. അവർ ഇന്നിപ്പോ നമ്മളെ മുസ്ലിമീങ്ങളുടെ സുഹൃത്തുക്കളാ. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് എതിരിലുള്ള രണ്ട് കൂട്ടരല്ലേ അവര്. ഇറാഖിലാകട്ടെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാകട്ടെ ലോകത്ത് എവിടെയാകട്ടെ മുസ്ലിമീങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഏർപ്പാടല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അപ്പൊ അവരുടെ സുഹൃത്തുക്കളായി കാണണോ നമ്മള്? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോടുള്ള വിരോധമാണെങ്കിൽ ഇന്നും അവർ നമ്മുടെ ശത്രുക്കളാണ്. ഇന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് മുക്കിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നരകത്തിലെ ഭാഷ എന്തിനാ അങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളതിന് ഒരു മുജാഹിദ് സാധാരണക്കാരൻ പറഞ്ഞത് ഒക്കെ നരകത്ത് പോകാനുള്ളതല്ലേ, അപ്പൊ ട്രെയിനിങ് ആയിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. ആ രീതിയിലേക്കാണ് ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇനി അത് മാത്രമല്ല സുഹൃത്തുക്കളെ, പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ലെന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വെച്ച് 1930 മാർച്ച് 16 പ്രമേയം പാസാക്കിയാണ്. ഒരു സംസ്ഥാന യോഗത്തില് ഒരാൾ പ്രമേയം അവതരിപ്പിച്ച് അവതാരകനും അനുവാദകനൊക്കെ എഴുതി ഒപ്പിട്ടിട്ട് പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിക്കൽ പാടില്ലെന്ന് ഇൽമിന്റെ കൊടികളായ പല പല മഹാന്മാരും മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അത് പ്രത്യേകം പാടില്ലാത്ത ഈ യോഗം തീരുമാനിക്കുന്നു. കാരണം അന്നൊക്കെ പൗരോഹിത്യം അംഗീകരിക്കുന്ന ഒരു ചെറിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരെ കുപ്പിയിലാക്കിയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, എന്താ പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിച്ചാകാൻ പോകുന്നത്? ആണുങ്ങൾക്ക് പ്രേമലേഖനം എഴുതുന്നതാണെന്ന് പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് 1970-കളിൽ സുലൈഖ എന്ന് പറയുന്ന കോഴിക്കോട്ടെ തറവാട്ടുകാരിയായ ഒരു പെണ്ണിനെ രവി എന്ന കാമഭ്രാന്തൻ കുത്തിക്കൊന്നു. അന്നൊക്കെ കുത്തിക്കൊല്ല കൊലപാതകം എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്തയാണ്. പത്രമൊക്കെ എടുത്തോണ്ട് നമ്മളെല്ലാരും കരച്ചിൽ വരുന്നമാതിരി വായിക്കും. മാപ്പിളപ്പാട്ടുകാരൻ പാട്ടുണ്ടാക്കും. ചന്തക്ക് പോയാൽ ചന്തയിൽ നിന്നിട്ട് ഇങ്ങനെ പാടുന്നതാണ്. നമ്മൾ സാധനം വാങ്ങാൻ പോയാൽ അതേറ്റ് ഇങ്ങനെ നിന്നിട്ട് ആ പാട്ട് കേൾക്കും. വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വട്ടത്തിലിരുന്ന് പാടും. അത്ര ഗൗരവമുള്ള കാലാന്ന്. ഇന്നിപ്പോ അതൊന്നും ഒരു വിഷയമല്ല. കൊലപാതകമെന്നോ കാർ ബോംബ് പൊട്ടി 55 ആള് മരിച്ചു ഇറാഖിൽ. അപ്പുറം വായിക്ക് അവിടെ ശ്രീലങ്കയിൽ 37 ആള് മരിച്ചു. അപ്പുറം വായിക്ക് ഒരു വിലയില്ല. കേട്ട് കേട്ട് മടുത്തുപോയി. അന്ന് അങ്ങനെയല്ല. അങ്ങനെ രവി സുലൈഖയെ കുത്തിക്കൊന്നത് വലിയ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക കേസായിരുന്നു. അന്ന് അൽ മുഅല്ലിം എന്നവരെ മാസികയിൽ എഴുതിയ എന്താന്ന് നിങ്ങള്? സുലൈഖതുനാ ഖത്തത് ഖുതൂതൻ ഇലാ രവി ഫമാ ഹിയ ഇല്ലാ മിൻ ദിറാറിൽ കിതാബതി.
നമ്മളെ സുലൈഖ നബിക്ക് കത്തെഴുതി. ഞങ്ങള് പണ്ടേ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളെ പഠിപ്പിച്ച കത്തെഴുതുന്നു. ഇപ്പൊ കണ്ടോ അന്ന് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാന്നല്ല, വളരെ ശരിയാണ്. അങ്ങനെ 90കളിൽ സാക്ഷരതാ പ്രവർത്തനം വന്നു. മലപ്പുറം ജില്ല സാക്ഷരതയിൽ മുന്നിട്ട് വന്നു. പ്രത്യേകിച്ച് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ സാക്ഷരതയിൽ രംഗത്ത് വന്നപ്പോൾ അൽ മുബാറക്കേറിനെ എഴുതി എന്താന്ന് നിങ്ങള്, അന്ന് പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിക്കരുതെന്ന് ഞങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞത് അവരുടെ തഖ്വയുടെ ഊക്കുകൊണ്ടായിരുന്നു. പിന്നെ തഖ്വ ഇങ്ങനെ വീക്കായി വന്നു. അപ്പൊ അത് ഹലാലും ഫർളും വാജിബായി. പിന്നെ വനിതാ മാസികയായി, വനിതാ കോളേജായി. കണ്ടോ ഇപ്പൊ ഈ സുന്നിക്കാർ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞിട്ട് ഇറക്കണ്, AP സുന്നിക്കാര് പൂങ്കാവനം എന്ന് പറഞ്ഞിട്ട് ഇറക്കണ്. ചില മതത്തിൽ വനിതാ മാസിക, വനിതാ പങ്ക്തി തുടങ്ങുന്നു. ഞങ്ങൾക്ക് ഇതിലൊന്നും എതിർപ്പില്ല, അങ്ങനെ തന്നെ ഞങ്ങൾ വളരേണ്ടത്. പക്ഷെ എന്നാലും പഠിപ്പിച്ച ഉസ്താദന്മാരെ കാലേറ്റ് ചവിട്ടരുത്. നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചെന്ന് നമ്മളെ കാലുകൊണ്ട് തൊയ്ക്കരുത്. അത് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങളെ മുൻഗാമികൾ നിഷേധിച്ചതായിരുന്നു. പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് കത്തെഴുതുന്നത് എഴുത്ത് പഠിച്ചതുകൊണ്ട് മാത്രല്ല, എഴുതാതെയും പ്രേമിക്കാൻ പെണ്ണുങ്ങൾക്കറിയാം അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന എഴുത്തിലൂടെയാണോ? അല്ലല്ലോ. അപ്പൊ പെൺകുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുക, പെണ്ണും ആണും തമ്മിലുള്ള ബന്ധത്തിന് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ പഠിപ്പിക്കുക, കുടുംബജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാക്കുക, ഇതല്ലേ വേണ്ടത്. എഴുത്ത് പഠിപ്പിക്കാന്നുകൊണ്ട് കാര്യമുണ്ടോ? സമസ്തയുടെ 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ പെൺകുട്ടികൾക്ക് എഴുത്ത് പരീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു ബൂത്തിനുള്ളിൽ കൊണ്ടുപോയിട്ട് മുസ്ലിയാർ ഒറ്റയ്ക്ക് ചോദ്യം ചോദിക്കല. പിന്നെ അതുകൊണ്ട് വേറെ കുറെ ഫിത്തനകൾ ഉണ്ടായിട്ട് അത് നിർത്തിയതാ. അപ്പൊ അത് എഴുത്ത് പരീക്ഷയാക്കി. ഇതൊക്കെ സമസ്തയിൽ നിന്ന് കൂടുമാറി വന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ഞാൻ ജീവിതത്തിൽ ഒരു ദിവസം പോലും സമസ്തക്കാരനായി ജീവിക്കാനുള്ള നിർഭാഗ്യം ഉണ്ടാകാത്ത ആളാണ്. അപ്പോ പെണ്ണുങ്ങളെ കാര്യത്തില് ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ ഞാൻ ഇത് പറഞ്ഞത്. അന്നത്തെ പെണ്ണുങ്ങളെ സ്ഥിതി എന്താ? പേത്തിനും ചോറ്റിനും വേറൊന്നുമില്ല. വേറൊരു പരിപാടി അവരെ സംബന്ധിച്ചിടത്തോളമല്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച കാര്യങ്ങള്, ജുമാക്ക് പോകാൻ അവർക്ക് അനുവാദമുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന് പോകാൻ അവർക്ക് അനുവാദമുണ്ട്. തന്റെ ബാപ്പ, തന്റെ ആങ്ങള, തന്റെ മോന് അവരൊക്കെ ആ പള്ളിയിലുണ്ട്. അവരപ്പുറത്തുള്ളപ്പോ ഇപ്പുറത്ത് വേറെ റൂമിലൂടെ പോയിട്ട് ജുമാ നിസ്കരിച്ചു പോന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഇല്ല. കുഴപ്പമുണ്ടാകാതെ പോകാനുള്ള എല്ലാ നിബന്ധനകളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക വേഷം ധരിക്കണം, അത് സുഗന്ധം പൂശി പുറത്തിറങ്ങാൻ പാടില്ല, അതുപോലെ തന്നെ പുരുഷന്മാരുമായി ഇടകലരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പോലും ഒരു പെണ്ണിന് പള്ളിയിൽ പോകാൻ പാടില്ല, അത് ഹറാമാണ് എന്നായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. അനിയന്ത്രിതമായ തലാഖ്, എത്ര വേണമെങ്കിലും കെട്ടാനുള്ള അനുവാദം, ബഹുഭാരിത്വത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെയായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനം വന്നപ്പോണ്ടായിരുന്നത്. കാരണം എന്താ? അജരൊക്കെ നിങ്ങളെപ്പോഴും കണ്ടാല് 35-40 വട്ടം മതിക്കുള്ളൂ, നിങ്ങൾക്ക് ഒന്നും കൂടി കെട്ടട്ടോ എന്നറിയും. കെട്ടി 4 ദിവസം കഴിഞ്ഞ് മൂപ്പര് ഒഴിവാക്കിയ പിന്നെ ഒന്ന് കെട്ടിച്ചു കൊടുക്കാൻ. ആരെ കെട്ടിച്ചു കൊടുക്കണേ? മുസ്ലിയാർ തന്നെ. 1 ചൊല്ലി 2 ചൊല്ലി 3 ചൊല്ലി 3 തുപ്പ. ഈ തുപ്പുന്നെന്തിനറിയാം? തുപ്പലിങ്ങ് തിരിച്ചെടുക്കാൻ കഴിയാത്തത് പോലെ ഈ ബന്ധം ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല. കുട്ടികൾ തമ്മിൽ തെറ്റിയ നമ്മളെ നാട്ടിൽ കണ്ട് കോല് മുറിച്ചിടുക. എന്നോട് ഞാൻ തെറ്റി, ഈ കോല് മുറിച്ചിട്ട് കോല് യോജിക്കൂലല്ലോ, അതുപോലെയാണ് തലാക്കുന്ന. അങ്ങനെ 3 ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കും, കുട്ടികൾ ഇങ്ങനെ കരയിൽ തുടങ്ങി, ഇമ്മ പോയില്ലേ. കുട്ടികൾ കരയുമ്പോ വരും കുത്തിരുന്ന് കരയും. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? തിരിച്ചെടുക്കണം. 3 ചൊല്ലിപ്പോയല്ലോ, എന്താ പണി? ഉസ്താദിന്റെ അടുത്ത് മെല്ലെ ചെല്ലും, കാൽച്ചായൊക്കെ വാങ്ങിക്കൊടുത്ത്, ഉസ്താദെ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. 3 ചൊല്ലിയില്ലേ? പിന്നെയും ചോദിച്ചാല് വഴിയുണ്ട്, ഇനിയിപ്പൊ എനിക്കത് പറ്റുമോന്ന് അറിയില്ല. ഉസ്താദ് ഒന്നും പറയൂ ഉസ്താദെ, ചടങ്ങ് നിക്കണടോ. അതെന്താ? വേറൊരാൾക്ക് കെട്ടിച്ചു കൊടുക്ക, ഒരു ദിവസത്തിന്, ഒരു ദിവസം അവര് തമ്മിൽ ജീവിക്കുക, പിറ്റേന്ന് ചെല്ലടാ തലാക്കിയറിയാ അല്ലേ? അതാണ് ചടങ്ങ് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ ഇവര് കാത്തിക്കുക, മോനെ കൊണ്ട് പിറ്റേന്ന് തലാക്കിയിരിക്കാൻ. പരസ്യമായൊരു വ്യഭിചാരം. ആളെ കിട്ടൂലേ, അതും ചിലപ്പോ മുസ്ലിയാർ ഏർപ്പാട് ചെയ്ത് കൊടുക്കും, അല്ലെ മൂപ്പരെന്നെ ഗത്യന്തരല്ലെങ്കിൽ മൂപ്പരന്നെ നിൽക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാലം അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ കേട്ടപ്പോ സമസ്തക്കാരുടെ പിന്മുറക്കാർക്ക് ഓക്കാനം വരും, ഛർദി വരും. പക്ഷേ ഇതായിരുന്നു സമുദായത്തിന്റെ സ്ഥിതി. ഇത് വെറുതെ ഈ നാട്ടിൽ മാറ്റണ്ടായതല്ല. ആ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, ഇത് ഇരവൽ വാങ്ങിയ കാളക്കൂറ്റൻ എന്നാണ് ചടങ്ങ് നിൽക്കണവരെ പറ്റി റസൂല് പറഞ്ഞിരുന്നത് മുമ്പുണ്ട്. ഇസ്ലാമിന്റെ ഈ നിയമത്തെ മറികടക്കാൻ വേണ്ടി പേരിനെ ചടങ്ങ് തീർക്കാനാണ്. വേറൊരാള് 3 തലാഖും കഴിഞ്ഞാൽ വേറൊരാള് കല്യാണം കഴിക്കുകയും
എന്നിട്ട് അയാൾ അവളെ ഒഴിവാക്കുകയും ഇദ്ദ കഴിയുകയും ചെയ്താൽ പഴയ ഭർത്താവിന് അവളെ തിരിച്ചെടുക്കാം എന്നതാണ് ഖുർആനിന്റെ നിയമം. ആ നിയമത്തെ മറികടക്കാൻ ഉണ്ടാക്കിയ ഒരു ചടങ്ങാണിത്. പലപ്പോഴും എന്താ സംഭവിക്കലിച്ചാല് നിക്കാഹ് ചെയ്ത് കൊടുക്കും, ഓല് രണ്ടാളോട് പോവും, ഇവര് കാത്തുന്നോല് പടക്കും. മനസ്സിലായില്ലേ? അങ്ങനത്തെ സംഭവങ്ങളും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ചെല്ലൂല ഞാൻ തരാക്കി ഒന്ന് ചെല്ലിച്ച എന്ന് പറഞ്ഞ നിവൃത്തിയൊന്നുമില്ലല്ലോ. അങ്ങനത്തെ സംഭവങ്ങൾ ആ നാട്ടിലുണ്ടായിരുന്നു. ഈ രൂപത്തില് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരവസ്ഥയാണ് വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം എത്താണ്ട് അതിന്റെ അതിർവരമ്പുകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ പറഞ്ഞ എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ തെരുവിലിറക്കിയില്ല നിങ്ങൾ. നമ്മൾ പെണ്ണുങ്ങളോട് തെരുവിലിറങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ പെണ്ണുങ്ങളെ തെരുവിലിറങ്ങിക്കോളിന്ന്? നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ അല്ലാഹുവും റസൂലും നിശ്ചയിച്ച പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾക്ക് നിങ്ങൾക്ക് പുറത്തിറങ്ങാം. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, അല്ലാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങളെ അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് നിങ്ങൾ തടയരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. അത് തടയാൻ ആർക്കും അവകാശമല്ല. ആ ഹദീസിന് എത്ര അർത്ഥം മുസ്ലിയാക്കന്മാര് പറഞ്ഞെന്നറിയോ? ഒരു മുസ്ലിയാര് പറഞ്ഞത് കുറ്റിച്ചിറയിൽ വെച്ച് മന്ത്രിച്ചൂതാൻ പോകുമ്പോ തടയരുതെന്നാണ്. പള്ളിയിലാണല്ലോ ഉസ്താദ് ഉണ്ടാവുക. അപ്പൊ മന്ത്രിച്ചൂതാൻ വേണ്ടി പോകേണ്ടി ഒരു ഏലസ്, ഉറുക്ക്, ഈ ജാതി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഉസ്താദിന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ പോകുമ്പോ അത് തടയരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഹദീസിൽ വ്യക്തമായിട്ടുണ്ട് യുസല്ലീന ഫിൽ മസ്ജിദി, അവർ നിസ്കരിക്കാൻ തന്നെ തടയരുത് തന്നെ വ്യക്തമായിട്ടുണ്ട്. എന്ന് മാത്രല്ല വേറെ ചില ആള് പറഞ്ഞത് ചില പെണ്ണുങ്ങൾ പള്ളി കൗതുകത്തിന് കാണാൻ വരും, അത് തടയരുത് എന്നാണ്. കൗതുകത്തിന് പെണ്ണുങ്ങൾ പള്ളി കാണാൻ വരുമ്പോ അത് തടയരുത് എന്നാണ്. ഒരു സഖാഫി അവസാനം പറഞ്ഞ എന്താണെന്നറിയോ? ലാ തംനഉ ഇമാ അല്ലാഹ്, അള്ളാന്റെ ദാസികൾ നിങ്ങൾ തടയരുത് എന്നാണ് ഞാൻ തന്നെ തടഞ്ഞിരുന്ന് അതിന്റെ അർത്ഥം. 1400 കൊല്ലം മുമ്പ് ഞാൻ തടഞ്ഞിട്ടുണ്ട്, ഇനി എന്തിനാ നിങ്ങൾ തടയണത് എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെയുണ്ട്? വേറൊരു മുസ്ലിയാര് പറഞ്ഞത് വീട്ടിന്റെ ഉള്ളിലെ പള്ളിയിൽ നിന്ന് തടയരുത് എന്നാണ്. വീട്ടിന്റെ ഉള്ളിലെ പള്ളിയിലെ അപ്പൊ വീട്ടിനൊരു കുണ്ടമുറി ഉണ്ടാക്കിയിട്ട് നിക്കരിക്കാൻ പെണ്ണുങ്ങൾക്ക്. അപ്പൊ ഭർത്താവ് ചന്തക്കോ എവിടെങ്ങനെ കാത്തിരിക്കണം, ഞാൻ ഈ റൂമിലേക്കൊന്ന് കയറിക്കോട്ടെ നിസ്കരിക്കാൻ. അതാണ് അതിന്റെ അർത്ഥം. നോക്കണം നിങ്ങള്. ഈ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തി അവസാനം ആദ്യകാലം മുതൽക്കേ പറഞ്ഞെന്താറിയോ? നമ്മൾ ഹദീസ് ഉദ്ധരിക്കുമ്പോ പറയും അതൊക്കെ ആദ്യകാലത്തെ കാര്യങ്ങളല്ലേ, റസൂൽ ഇസ്ലാമുമായി വന്ന കാലത്ത്. പിന്നെ അത് ഹറാമാക്കി ആയത്തുണ്ട്, ഹിജാബിന്റെ ആയത്ത്. എന്നാ ആയത്തൊന്ന് പറയൂ ഉസ്താദേ. ഹിജാബിന്റെ ആയത്ത് പിന്നെയും പറയും ഹിജാബിന്റെ. അത് ഏതാണ് ആയത്ത്, എന്നാണ് അത് ഇറങ്ങിയത്? കാരണം അത് ഇന്ന ദിവസം ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പോയത് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പൊ അവസാനം കാന്തപുരം മുസ്ലിയാർ ബുക്ക് എഴുതിയപ്പോ എന്ത് പറഞ്ഞത്? ഹിജാബിന് പല ഘട്ടങ്ങളുണ്ട് എന്നായി. അതിൽ അവസാന ഘട്ടം ഹജ്ജത്തുൽ വിദായിലാണ്. ഹജ്ജത്തുൽ വിദായിൽ ഇറങ്ങിയ ഹിജാബിന്റെ ആയത്ത് ഏതാ? ഒന്നുമില്ലല്ലോ. ഹജ്ജത്തുൽ വിദായിൽ ഹിജാബിന്റെ ആയത്തിന് ഉണ്ടായില്ല. ഹിജാബ് തന്നെ വരാനാ, അതൊരൊറ്റ ആയത്തുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സൈനബ ബീവിയെ കല്യാണം കഴിച്ചപ്പോഴാ. അത് ഹിജറ 3-ലാണെന്നും 5-ലാണെന്നും അഭിപ്രായമുണ്ട്. പക്ഷേ റസൂലുള്ള വഫാത്തായതിനു ശേഷം പോലും റസൂലുള്ളാന്റെ ഭാര്യമാർ പള്ളിയിൽ ഈത്തിക്കാഫ് ഇരുന്നത് ഹദീസുണ്ട്. ഈത്തിക്കാഫ് തന്നെ 10 ദിവസം 15-50 നിസ്കാരം എങ്ങനെയായാലും ഒരു ജുമയായിട്ടുണ്ടാവും അല്ലേ? ജുമയുടെ സമയത്ത് ഓടല ബാങ്ക് കൊടുക്കും, ആയിഷ ബാങ്ക് കൊടുക്കുന്ന ഓടിക്കോ എന്ന് പറയാ, എന്നാ ഈത്തിക്കാഫ് ശരിയാകുമോ? അപ്പൊ ഇത് മസ്ജിദ് നബവിയിലായിരുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതുപോലും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം വരേണ്ടി വന്നു. എന്നിട്ട് എന്തെല്ലാം പറഞ്ഞു ഇപ്പൊ അവസാനം എന്താ അറിയോ? യാത്രക്കാരികൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, വലിയ ബോർഡ്, പള്ളിന്റെ ബോർഡിനെക്കാളും വലിയ ബോർഡ്. എവിടെ? പള്ളിന്റെ മരത്ത്. ഇപ്പൊ മഞ്ചേരിയങ്ങാടിയിലൊക്കെയാണ് ആണുങ്ങൾ ചേർന്ന ആ കവാടത്തിലാ പെണ്ണുങ്ങളെ നിസ്കാര സ്ഥലം. നമ്മൾ പള്ളിന്റെ ബാക്കിലോ ഒരു സൈഡിലോ വേറെ വഴിക്ക് വന്നു പോയാ ഫിത്തനയോട് ഫിത്തന. യാത്രക്കാരിയാവുമ്പോ പിന്നെ ഒരു ഫിത്തനയില്ല. കണ്ടോ? യാത്രക്കാരി അല്ലാത്തൊരു നാട്യർത്തിയിൽ കയറിയാൽ എന്താ? ഇവരെയൊക്കെ വല്ല പ്രത്യേക ഐഡന്റിഫൈ മെഷീൻ ഉണ്ടോ? യാത്രക്കാരി അല്ലാതെ നമ്മൾ നാട്ടിൽ നിന്ന് ചോദിച്ചിന്, അല്ല നിങ്ങൾ അവിടെ ടിക്കറ്റ് പരിശോധിക്കാൻ ആളെ നിർത്തിക്കണോ? മത്താ തങ്ങട് വരും. എവിടുന്നാ വരുന്നത്? കാസർഗോഡ്. എടുക്കും ടിക്കറ്റ്. മാത്തു കാസർഗോഡ് നിക്കരിച്ചല്ലോ 1. ഇങ്ങനുണ്ടോ? ഒരു നാട്ടുകാർക്ക് അവിടെ പോയി നിസ്കരിച്ചാൽ അവരെന്താ ചെയ്യാ? മൂക്കുറിച്ചോ? അപ്പൊ സുഹൃത്തുക്കൾ ഇതെന്താ അറിയോ? ഇല്ലാത്ത നിയമം ഉണ്ടാക്കിയിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാ
യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം പറയുന്ന കേട്ടാ അപ്പൊ കഴിഞ്ഞല്ല പെണ്ണുങ്ങൾ യാത്ര തുടങ്ങിയെന്ന് തോന്നും. ഇതിനു മുമ്പൊക്കെ യാത്ര ചെയ്തിരുന്നില്ല. ഇപ്പൊ ആർക്ക് വേണം ഇവിടെ യാത്രക്കാർ നിസ്കരിക്കാനുള്ള സ്ഥലം? മുജാഹിദിന്റെ ജമാഅത്തിന്റെ ഒക്കെ പള്ളികൾ ഉണ്ടാവും, അവിടെ ആളുകൾ കയറി നിസ്കരിച്ചോളും. പല യാത്രക്കാരായ സ്ത്രീകൾക്കുള്ള കുണ്ടമുറി നോക്കിയൊന്നും ആരും നടക്കൂലപ്പോ. മാത്രല്ല നമ്മളധികം പെണ്ണുങ്ങളൊക്കെ നിർബന്ധമായി യാത്ര ചെയ്യുന്ന ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലൊക്കെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന പാലക്കാട് നിന്ന് അങ്ങോട്ടൊക്കെ പോകും. തൃശ്ശൂരിന്റെ ആ ഭാഗത്ത് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പിന്നീടാ വന്ന്, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ടും വരും. എത്ര ദൂരണ്ട്? കണ്ണൂർ ഭാഗത്ത് നിന്ന് കാസർഗോഡ് വന്ന് കോഴിക്കോട് വന്ന് പോകുക. നിസ്കരിക്കൂല പെണ്ണുങ്ങള്. അത് ഒരു ദിവസം അങ്ങനെ കിടക്കട്ടെ വിചാരിക്കും. മാപ്പിള നിസ്കരിക്കാൻ പള്ളി കയറാ ഇവിടെ നിൽക്കുക ഗേറ്റിങ്ങള്, എന്താ കുഞ്ഞിയെ കിടക്കണേ? ഞാൻ മാപ്പിള നിസ്കരിക്കാൻ പോയിക്കണ്. ഇങ്ങനെ 100 ആളോട് മറുപടി പറയണം അല്ലേ? ളുഹറും മെസറും മഗ്‌രിബും ഇശാവും ഒക്കെ കൂടി വീട്ടിൽ ചെന്നിട്ട് കളായി നിസ്കരിച്ചാൽ മതി എന്നാ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. നിസ്കരിക്കലില്ല എന്നുള്ളത് വേറെ കാര്യം. ഒരു ദിവസം അങ്ങനെയും കിടക്കട്ടെ എന്ന് വിചാരിക്കല സാധാരണ നിലക്ക്. ഇപ്പൊ കളായിണ്ടോ? കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കാണ്, ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് നിസ്കാരം ഉദ്ദേശിച്ച് പള്ളിയിൽ വന്നു, എന്നാൽ അവൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. സഹീഹാണെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ പറയാണ് എന്നാൽ തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റുകയുമില്ല. സഹീഹാണ് തെറ്റുമാണ്. അതെങ്ങനെയാണ്? അതാണ് മൂപ്പര് മസാല പറഞ്ഞിട്ടുണ്ട്. കട്ടെടുത്ത ഭൂമിയിൽ ഇപ്പൊ നിങ്ങൾ നിസ്കരിച്ചു വിചാരിച്ചു, 1 സെന്റ് നിങ്ങൾ ഭൂമി തിരക്കി അയലോക്കാരന്റെ അവിടെ മുസല്ലട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാണ്, തിരക്കിയത് ശിക്ഷയുണ്ടല്ലോ, അപ്പൊ തെറ്റുമാണ്. നോക്കണം നിങ്ങള്. അങ്ങനെ ഒരു മസാല ഫിഖിന്റെ കിതാബിൽ ഏതിലെങ്കിലും ഉണ്ടോ? കട്ടെടുത്ത ഭൂമിയിൽ നിസ്കരിക്കുന്ന പോലെയാണ് പെണ്ണുങ്ങളെ ജുമാ ജമാഅത്ത് ഇല്ല. മാത്രല്ല ശറഹ് മുഹദ്ദബിന്റെ ഒരു കോപ്പിയില് ഭ്രാന്തന്മാരെ കൂട്ടത്തിലാണ് കാന്തപുരം പെണ്ണിനെ ഉൾപ്പെടുത്തിയത്. ഭ്രാന്തന്മാര് 3, 4, 5 ഇങ്ങനെ എണ്ണി പറയണ കൂട്ടത്തില് ഒരു നമ്പർ ഇടയിൽ നിന്ന് വിട്ടുവെക്കണേ. 3 കഴിഞ്ഞാൽ നേരെ 5, 4 അതെന്താ? അതുപോലെ തന്നെ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ പെണ്ണുങ്ങളും ഭ്രാന്തന്മാരെ പോലെ പെണ്ണുങ്ങള് ഭ്രാന്തം നിസ്കരിച്ചാൽ ശരിയാവില്ല, അതുപോലെ പെണ്ണുങ്ങള്. അപ്പൊ എത്ര വ്യക്തമായ കാര്യത്തെയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടത്. അതിനെ മറികടക്കാൻ വേണ്ടി ലേഡീസ് ഓൺലി പള്ളി ഉണ്ടാക്കി. പള്ളിന്റെ മുറ്റത്ത് തന്നെ, പള്ളിയോട് ചാരി തന്നെ. ഇതന്നെയല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇസ്ലാഹി പ്രസ്ഥാനം വന്നപ്പോ ഒരുപാട് സത്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയെന്ന് വരുമ്പോ അതിനെ മറികടക്കാൻ വേണ്ടി ഒരുപാട് മാറ്റങ്ങൾ അവരെ വകയായിട്ട് പ്രത്യേകം ഉണ്ടാക്കി. പുതിയ പുതിയ നിയമങ്ങൾ അവർ തന്നെ കൊണ്ടുവന്നു. അപ്പൊ മദ്രസ ഉണ്ടാക്കിയ കാലത്ത് ആകപ്പാടെ യഥാർത്ഥത്തിൽ മദ്രസ ഉണ്ടാക്കിയത് അറിയപ്പെട്ട മുജാഹിദോ സലഫിയൊന്നും അല്ല. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന അവരെ കൂട്ടത്തിൽപ്പെട്ട പുരോഗമനവാദിയായ ഒരു മുസ്ലിയാരാ ഉണ്ടാക്കിയത്. വാഴക്കാട് കുഴപ്പത്തൊടി കുടുംബത്തിന്റെ വഖഫ് സ്വത്ത് ഉപയോഗിച്ച് അദ്ദേഹം അവിടെ മദ്രസ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തെല്ലാം പുകില മുസ്ലിയാക്കന്മാരുണ്ടാക്കിയത്. അവസാനം കുഴപ്പത്തൊടി കുടുംബത്തിലെ ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ വരും, വാഴക്കാട് വരും, എന്താ തെറ്റെന്ന് പറഞ്ഞു കൊടുക്കീൻ. അദ്ദേഹം ഉണ്ടാക്കിയ സിലബസ് ഇതാ, അദ്ദേഹം ഉണ്ടാക്കുന്ന ബുക്ക് ഇതാ, അദ്ദേഹത്തിന്റെ പഠന രീതികൾ ഇതാ. അവസാനം എന്താ പറഞ്ഞാരിയോ? ഉസ്താദ് നിൽക്കുക, കുട്ടികൾ ഇരിക്കുക. ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുമോ? ഒരു കുറ്റം. രണ്ടാമത്തെ കുറ്റം, ചോക്ക് കൊണ്ട് ബോർഡുമ്പോ ഖുർആൻ എഴുതുക, എന്നിട്ട് അതിങ്ങനെ മായിച്ച ഖുർആന്റെ പൊടിയല്ല വീണ്, അതിമ ചവിട്ടാൻ പറ്റുമോ? ഖുർആൻ നിസർത്തപ്പെടും അവസാന കാലത്ത് എന്ന് പറഞ്ഞ് ഇതന്നെയല്ലേ. കണ്ടോ, 2 കുറ്റാ പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിലനിൽപ്പുള്ള വാദായിരുന്നില്ല അത്. എന്നിട്ടോ അയാൾ അവിടുന്ന് പുകച്ച് പുറത്തിയടിച്ചു. അദ്ദേഹം നേരെ കോഴിക്കോട് ജില്ലയിലെ നല്ലളത്ത് പോയിട്ട് മദ്രസയാണ് തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? മുസ്ലിയാക്കന്മാര് ചാലിലകത്തിന്റെ ബാക്ക് പോയി നിൽക്കുക, ഞങ്ങൾക്കും വേണം മദ്രസ. ആര്? മദ്രസ വലാലത്താണ്, ഇബ്നു തൈമിയ തുടങ്ങിയതാണ്. കുട്ടികളെ മദ്രസ കളിച്ചാ നരകത്ത് പോവും എന്ന് പറഞ്ഞിരുന്ന കൂട്ടര് മദ്രസ ഉണ്ടാക്കി. ഇപ്പോൾ ചേളാരി കൂടെ ഒക്കെ ചിലപ്പോ പോയ ബാഡ്ജ് എത്തിയ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ബാഡ്ജ് കാണാൻ വേണ്ടിട്ടേ എന്താ സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ. ആരി മൊഴിയരെ ചേളാരി സമസ്തന്റെ പൊതുപരീക്ഷ, റാങ്ക്, സംസ്ഥാന കലാമേള, അധ്യാപക ക്ഷേമനിധി ആർക്ക്? മദ്രസ ഹറാമാണെന്ന് പറഞ്ഞ കൂട്ടർക്ക്. ഞമ്മക്ക് പരിഭവമല്ല, ഞമ്മക്ക് സന്തോഷമുള്ളൂ. ഇവരെ ഈ നിലയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചല്ലോ. പക്ഷെ എന്നാലും പറയും നമ്മളെ നേരെ, അതാ പ്രശ്നം, അതേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇത് സമ്മതിച്ചാ മതി, അന്ന് അബദ്ധം പറ്റിയതായിരുന്നു, സമ്മതിച്ചാ മതി. പഠിപ്പിക്കണ വിഷയമൊക്കെ എന്തോ ആകട്ടെ. യതീം ഖാൻ ഉണ്ടാക്കിയപ്പോ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഖാന എന്ന് പറഞ്ഞ കുത്തുബ് ഖാന, ഇപ്പൊ ഇവിടെ കണ്ടു, ഉറുദുവിലൊക്കെ അറിയാം. കുത്തുബ് ഖാന എന്ന് പറഞ്ഞ ഗ്രന്ഥശാല അല്ലെങ്കിൽ ബുക്ക് സ്റ്റാൾ എന്ന അർത്ഥം.
അല്ലേ? ദവാഖാന എന്ന് പറഞ്ഞാൽ മരുന്ന് ഷാപ്പ് എന്ന അർത്ഥം. അതുപോലെ യത്തീം ഖാന യത്തീമുകളെ സൂക്ഷിക്കണം സംരക്ഷിക്കുന്ന സ്ഥലം എന്നേ ഉള്ളൂ. അത് അറബി വാക്കായിട്ടാണ് വ്യാഖ്യാനിച്ചു. ഖാന എന്ന് പറഞ്ഞാൽ വഞ്ചിച്ചു എന്നർത്ഥമുണ്ട്. മുനാഫിക്കിന്റെ ലക്ഷണം പറഞ്ഞിടത്ത് വൈദൗത്തുമിന ഖാന എന്നുണ്ടല്ലോ. അപ്പൊ ഖാനഹു അവനെ വഞ്ചിച്ചു. അപ്പൊ യത്തീമുൻ ഖാനഹു യത്തീം അവനെ വഞ്ചിച്ചു. കണ്ടോ, യത്തീമിനെ വഞ്ചിക്കണ ഏർപ്പാടാണ്. പിരിവ് കൊടുക്കണോലോട് കൊടുത്തോളിയും എത്തിയാ കാണാ. അങ്ങനെ യത്തീം ഖാനയെ വിമർശിച്ചവർ അന്നൊക്കെ 1920-കളിൽ എത്ര മുസ്ലിമീങ്ങളാ മരിച്ചത്? രക്ഷിതാക്കൾ മരിച്ച എത്ര കുട്ടികളെ അനാഥരായത്? നായന്മാരും തീയന്മാരും ഒക്കെ അവരെ കുട്ടികളെ യത്തീംഖാനുണ്ടാക്കി സംരക്ഷിക്കാണ്. ആ സമയത്താണ് നമ്മുടെ നേതാക്കന്മാര് ഒരു യത്തീം ഖാന സംവിധാനത്തെ കുറിച്ച് ചിന്തിച്ചത്. നബിന്റെ കാലത്തൊക്കെ ഒരു വീട്ടിലൊരു യത്തീം കുട്ടിയായിരുന്നു. അത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കിയപ്പോ അവർ കണ്ടെത്തിയ ബദൽ സംവിധാനം അത്. 4 കുട്ടികളുള്ള ഒരു കുട്ടീനെ ഏറ്റെടുക്കുക ഇന്നും നമുക്ക് പ്രായോഗികമായി ചെയ്യാൻ പറ്റുകയാണ്. പക്ഷെ അതിന് പ്രായോഗികമായി നടക്കാത്തത് കൊണ്ടാണ് സ്വാഭാവികമായി ആ കുട്ടി വളർന്നു വരുമ്പോ ആ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടാകും. അപ്പൊ അന്യ കുട്ടിയാണ്. ആ നിലക്കുള്ള പ്രായോഗിക പ്രശ്നങ്ങൾ വിചാരിച്ചിട്ട് പിൽക്കാലത്ത് നടക്കാതെ വന്നപ്പോഴാണ് യത്തീംഖാന സമ്പ്രദായം തുടങ്ങിയത്. ആ സമ്പ്രദായത്തെ അങ്ങേയറ്റം എതിർത്തു. യത്തീംഖാന നശിക്കാൻ വേണ്ടി വയലിൽ തുയർന്നു. എന്നിട്ടോ ഇപ്പൊ അവർ യത്തീംഖാനക്ക് വേണ്ടി കടിപിടി കൂടാ. ഒരു പഞ്ചായത്തിൽ അവർക്ക് 2-3 യത്തീംഖാനയാണ്. അതൊരു യത്തീംഖാന വ്യവസായമായി മാറിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? യത്തീം കുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥയപ്പെന്ന് കേരളത്തില്. മധ്യവേനൽ അവധി വന്ന മുസ്ലിയാക്കന്മാര് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാണ്. യത്തീം കുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. കാരണം 4 യത്തീം കുട്ടികളെ കിട്ടിയ ഒരു യത്തീംഖാന തുടങ്ങാം. അതിക്ക് പിന്നെ അഗതികൾ കുറെ കിട്ടും. അഗതി അനാഥ ചെറുതായിട്ട് മന്ദിരം. അനാഥ കുറച്ചുള്ളൂ, അഗതിയാ കൂടുതൽ. അഗതികളെ സംരക്ഷിക്കണ്ടെന്നുള്ളതല്ല, അഗതികൾക്ക് അപ്പൊ സംരക്ഷണം വേണ്ട. യത്തീമളെ നോക്കപ്പോ ഒരുപാട് ആളുണ്ട്. ഈ ബാപ്പന്ന് മരിച്ചു കിട്ടിയെങ്കിൽ വിചാരിക്കണം അമ്മമാരുണ്ട്. എന്നാ നാട്ടുകാർ നോക്കും. അങ്ങനത്തെ സ്ഥിതിയാപ്പുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായി. യത്തീം കുട്ടികളെ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ വരെ പുരോഗമിച്ചു. പക്ഷെ അന്ന് എതിർത്തവർ ഇപ്പൊ പറയാണ് മതനവീകരണം ഞങ്ങൾ വിചാരണ ചെയ്യുകയാണ്. ആരാ വിചാരണ ചെയ്യുന്നത്? പറഞ്ഞെടുത്ത പഴയ സിമിക്കാരൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞതാ. ഇവര് മനസ്സിലാക്കണം എന്താ സംഗതി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇസ്ലാഹി പ്രസ്ഥാനം വന്നതുകൊണ്ട് സമൂഹത്തിലുണ്ടായ മാറ്റമായിരുന്നു അത്. ഇനി എന്തിനധികം പരിശുദ്ധ ഖുർആന്റെ ഇപ്പൊ എത്ര പരിഭാഷ ഇവർക്ക് അല്ലേ? ടി.കെ. അബ്ദുള്ള മൗലവി മാട്ടൂർ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ, കണ്ണൂർ ജില്ലക്കാരനാ. പള്ളിയൂർത്തിലോടുന്ന ജലാലിനി മലയാളത്തിലാക്കിയില്ലേ? സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന കെ വി മുഹമ്മദ് ഹുസിയാർ കൂത്തനാടുന്ന മുത്തുണ്ണി മൗലവി പരിഭാഷയും വ്യാഖ്യാനം 5 വള്ളിയായിട്ട് ഇറക്കിയത്. സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചമ്മാട പുറത്തിറക്കിയത്. കോഴിക്കോട്ടെ വലിയ കാളി, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടാതെ മാസപ്പറവിൽ അംഗീകരിക്കുന്ന സുന്നികൾക്ക് എല്ലാവർക്കും സ്വീകാര്യനായ വലിയ കാളി ഇമ്പിച്ചിക്കോയ തങ്ങൾ, മുസ്തഫൽ ഫൈസി തിരൂര്, കെ വി മുഹമ്മദ് ഹുസിയാർ പന്താവൂര്, അബ്ദുറഹ്മാൻ മഖ്ദൂമി തിരൂരങ്ങാടി, ഇവരൊക്കെ പരിഭാഷ ഉണ്ട്. ഈ പരിഭാഷകളൊക്കെ ഉണ്ടായിട്ടും ഖുർആൻ പരിഭാഷനെ പറ്റി ചോദ്യം കൊടുത്തു നോക്കാൻ ഇന്നുങ്ങൾ ഒരു സുന്നി പ്രസിദ്ധീകരണ ചോദ്യം കൊടുത്തു ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ ഇപ്പോഴും തീർത്ത് പറയാൻ കഴിയില്ല. ഒറ്റോ ഇരട്ടോ എന്ന് വെച്ചാൽ ഒരട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാള്. അതുമായിട്ട് മറുപടിയെ കിട്ടുള്ളൂ. കാരണം എന്താ? ഖുർആൻ പരിഭാഷ ഹറാമോ ഹലാലോ എന്നത് സമസ്തയുടെ ലബോറട്ടറിയിൽ ഇന്നും പരിഹാരം കാണാതെ കിടക്കുന്ന ഒരു സമസ്യയാണ്. കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഏതാ അസംസ്കാര പുസ്തകമുണ്ട്, നമ്മളൊക്കെ കയ്യിലുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നു ഖുർആൻ പരിഭാഷ ഹറാമാണ്. ഞങ്ങൾക്കൊക്കെ കിതാബ് പോയി തന്നെ കാലത്ത് ഉസ്താദന്മാര് ഗ്രാമർ പഠിപ്പിക്കുമ്പോ അതിന്റെ ഉദാഹരണത്തിന് വല്ല ആയത്തും വന്ന അതിലെ ഗ്രാമർ എന്താന്ന് പറഞ്ഞു തരില്ലാതെ അർത്ഥം പറയാറില്ല. അർത്ഥം പറഞ്ഞാൽ പേച്ചു പോകും എന്ന് പറയുമായിരുന്നു. ആര്? അസമൂല്യർ എഴുതിയിരിക്കാണ്. പാളയത്ത് തന്നെയാ പാട. ആ പുസ്തകം ആർക്കുള്ള മറുപടി അറിയോ? കെ വി മുഹമ്മദ് മുസ്ലിയാർക്കുള്ള മറുപടിയാണ്. കെ വിക്കെതിരിൽ എന്തൊക്കെയായി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? പച്ചക്കള്ളം, കിതാബുകൾ ധിക്കരിക്കുന്നു, നുണ തട്ടിവിടുന്നു, ഖുർആൻ പരിഭാഷ ഹറാം തന്നെ. ഇതിന് ഒരു അധ്യായത്തിന്റെ പേരാണ്. ആ പുസ്തകം ഇന്നുണ്ട്. അന്ന് പറഞ്ഞ തെളിവൊക്കെ പല്ലിളിച്ച് നോക്കുക സമസ്തക്കാരെ നേരെ. ഈ പരിഭാഷ ഇങ്ങനെ വിറ്റ് കാശാക്കി ഇപ്പൊ ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ റഹ്മത്തുള്ള ഖാസിമി, ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടറെ റിസർച്ച് സെന്റർ നാട്ടോ തുടങ്ങിയെന്ന്. പിന്നെ ആരോ പറഞ്ഞു കൊടുത്തു പഹയ റിസർച്ച് ആണ് ഇജ്തിഹാദ് എന്ന അർത്ഥം, അതിന്റെ ബാതിൽ അർത്ഥീണെന്ന് പണ്ട് നമ്മൾ പറഞ്ഞിടാ. അപ്പൊ റിസർച്ച് മാറ്റിട്ട് സ്റ്റഡി ആക്കിയതാ. മൂപ്പര പരിഭാഷ ഇറങ്ങിയപ്പോ കണ്ടോ? റിസർച്ച് തന്നെ ഗവേഷണല്ലേ?
ഇജ്തിഹാദിന്റെ വാതിൽ 3 നൂറ്റാണ്ടോളം അടഞ്ഞു പോയതല്ലേ. ഇപ്പൊ അയാളെ പരിഭാഷ പുതിയത് ഇറക്കിയിരിക്കുന്നു. അയാളെ കുറിച്ച് അപ്പോ സുന്നി പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കണത് റഹ്മത്തുള്ളാ ഖാസിമി മൂത്താടം. അയാൾ തബ്ലീഗ് പോകുക എന്നൊരു കൂട്ടര്, അയാള് വഹാബി ചൊയുള്ള ആളാണ് വേറൊരു കൂട്ടര്. എല്ലാവരും ഇപ്പൊ അയാൾക്കെതിരാണ്. പക്ഷെ അയാളെ പരിഭാഷ ഇപ്പോ അവസാനത്തെ പരിഭാഷ ഇപ്പൊ അയാളെ പരിഭാഷയും ഇറങ്ങിക്കഴിഞ്ഞു. പരിഭാഷ ഹറാമാണേ, അത് മാറ്റൂല. എന്നാലും ഹറാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കണം നിങ്ങള്, നമ്മള് പരിഭാഷ അവരെ പരിഭാഷയും തമ്മിൽ എന്താ വ്യത്യാസം? എന്നിട്ട് അന്ന് പറഞ്ഞിരുന്ന എന്താ അറിയോ? ഖുർആന്റെ ആയത്തിനെ ഒരിക്കലും മനുഷ്യർക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയൂല. ഖുർആനിന്റെ ആയത്തിന്റെ മുഴുവൻ സാരാംശവും ഉൾക്കൊള്ളുന്ന ഒരു പരിഭാഷ ലോകത്തുണ്ടാവില്ല. ഒക്കെ നമുക്കും അറിയാം. ഖുർആന് നല്ല ഏതൊരു ഗ്രന്ഥം പരിഭാഷപ്പെടുത്തിയാലും ആ ഗ്രന്ഥത്തിന് ആ ഭാഷയിലുള്ള അതേ വിലയും നിലയും ഒരു പരിഭാഷകനും സ്ഫുരിപ്പിക്കാൻ കഴിയൂല. ഇപ്പൊ ഷേക്സ്പിയറുടെ ഒരു വലിയ കൃതി വലിയ ഇംഗ്ലീഷ് അറിയണോ നല്ല മലയാളം അറിയുന്നോ പരിഭാഷപ്പെടുത്തിയാലും ഷേക്സ്പിയർ ഇംഗ്ലീഷ് കൃതി വായിക്കുന്ന ഒരു അനുഭവം പരിഭാഷ വായിച്ചാൽ ഉണ്ടാവില്ല. അത് ഏത് ഭാഷക്കുള്ള പരിമിതിയാ? പരിഭാഷയുടെ പരിമിതിയാണ്. മാത്രമല്ല ഫാത്തിഹാസൂർ തോന്നിന് പകരം അതിന്റെ പരിഭാഷ വായിച്ചാൽ മതി നമ്മളേറ്റ പറഞ്ഞണോ? നിസ്കരിക്കാൻ നിന്നിട്ടേ ശപിക്കപ്പെട്ട പിശാചിൽ ഞാൻ അള്ളാഹു രക്ഷ ചേരുന്നു പരമകാരുണ്യനും കരുണാനിധിയുമായ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞണോ? ഇല്ലല്ലോ. അപ്പൊ ഇല്ലാത്ത ആക്ഷേപം പറഞ്ഞിട്ട് പരിഭാഷ എതിർത്തവർ നമ്മള് അന്നേ പറഞ്ഞു ഒരു പരിഭാഷകൻ എന്താ മനസ്സിലായത് അതാണ് പരിഭാഷയിൽ ഉണ്ടാകുക. ജനങ്ങൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ ഖുർആനെ മനസ്സിലാക്കാൻ അത് പരിഭാഷപ്പെടുത്തൽ ആവശ്യമാണ്. ഈ പരിഭാഷ ഹറാമാന്നുള്ള വാദം സംഘടന ഹറാമാന്ന് പറഞ്ഞവൽക്കുണ്ട്. കുറേശ്ശെ പുറത്തു വരുന്നുള്ളൂ, പുറത്തു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഖുർആൻ പരിഭാഷ ഹറാമാണ്. വലിയ വലിയ പണ്ഡിതന്മാരുടെ ഫത്വകൾ നമ്മൾ കൊടുത്തപ്പോ ഞങ്ങൾക്ക് പണ്ഡിതന്മാരുടെ ഫത്വ ഒന്നും സ്വീകാര്യമല്ല. പിന്നെന്താ ഇപ്പൊ സ്വീകാര്യം? ഖുർആൻ പരിഭാഷപ്പെടുത്തണം എന്ന് ഏതൊരാൾക്കും അറിയാം. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക് അത് സന്മാർഗമാണ്. ഈ സന്മാർഗം അറബി അറിയാത്ത ഒരു മനുഷ്യന് കിട്ടണ്ടേ? അവർ അമുസ്ലിമിന് എങ്ങനെ ഖുർആൻ മനസ്സിലാവും? എനിക്ക് മുസ്ലിം ആകണം എന്നുണ്ട്, ആദ്യം പോയി അറബി പഠിച്ചിട്ട് വാ, കേരക്ക സൗദി അറേബ്യക്ക് വിസ എടുത്ത് കൊടുക്കുക, അവിടെ പോയി അറബിയൊക്കെ പഠിച്ചിട്ട് ഖുർആൻ പഠിച്ചിട്ട് വന്നാ മതി പറയോ? ആദ്യം മലയാള പരിഭാഷ എടുത്തത് കൊണ്ട് വായിക്കുങ്ങള് അല്ലേ? അതല്ലേ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ സ്വാഭാവികമായും അറബി അറിയാത്ത, അറബി സംസാരിക്കുന്ന ഒരു ചെറിയ ശതമാനം ആളെ ലോകത്തുള്ളൂ. അറബി അറിയാത്ത ഒരുപാട് ലക്ഷങ്ങള് കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ഈ നാട്ടില്. അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണ്ടേ ഖുർആൻ? അതിനാ പരിഭാഷപ്പെടുത്തുന്നത്. ഇപ്പൊ സമസ്തക്കാര് ഹറാമെന്ന് പറഞ്ഞതുപോലെ ചില പുത്തൻവാദികളും ഇപ്പോൾ ഹറാമാണെന്ന വാദത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെയും പറയുന്നുണ്ട് അത്രേ, കുത്തുബ അറബിയിലാണ് വേണ്ടത്. നമ്മൾ കുത്തുബ മലയാളത്തിൽ നടത്തിയോണ്ടാണ് ആളുകൾ അറബി പഠിക്കാത്തത്. പറയുന്നേട്ടാ സമസ്തക്കാരൊക്കെ ഇപ്പൊ നല്ല അറബി പണ്ഡിതന്മാരായിട്ടുണ്ടാവും. 50 കൊല്ലം നവാത്തി കുത്തുബ കേട്ടോന് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നതിന്റെ അർത്ഥം അറിയില്ല. അറിയോ? അറിയില്ല. മൻ റബ്ബുക മൻ ദീനുക മാ ദീനുക എന്നൊക്കെ ചോദിക്കണേ മേലെന്നുള്ള ചോദ്യത്തിന് തെൽക്കീനില് പറഞ്ഞു കൊടുത്ത അതും കൂടി തിരിയില്ല. അതാ ഖൗമിന്റെ സ്ഥിതി. എത്ര കൊല്ലം കേട്ടിട്ടും കാര്യമല്ല. അറബി ഭാഷ എന്ന നിലക്ക് പഠിപ്പിക്കുന്ന നമ്മൾ മാത്രാണ്. നമ്മൾ ജുമുഅ ഖുത്ബ അറബിയിലാക്കിയതിനെ സംബന്ധിച്ച് ഒരു സാധാരണക്കാരുടെ മുമ്പിൽ എന്തൊക്കെയാ പറഞ്ഞത്? എന്നാ ഞാൻ നിസ്കാരമാണ് മലയാളത്തിലായിക്കാളി, ബാങ്കുമാണ് മലയാളത്തിലായിക്കാളി, ഇതും പറഞ്ഞിട്ട് ഒറ്റ പോക്കാ സുന്നി. അതിന്റെ മറുപടി ഒരു കേൾക്കേണ്ടതില്ല. നിസ്കാരം എന്താണ് മലയാളത്തിലായിക്കാളി, ബാങ്കുമാണ് മലയാളത്തിലായിക്കാളി. നിസ്കാരവും ബാങ്കും മാതിരിയോ ഖുത്ബ? ഒന്നും ഓന് കേൾക്കേണ്ടതില്ല. നിസ്കാരം ഇബാദത്താണ്, ഖുത്ബ ഇബാദത്താണ്. അള്ളാന്റെ റസൂല് അറബി അല്ലാത്ത ഭാഷയിൽ ഒരൊറ്റ ഖുത്ബ നടത്തിയണോ? നമ്മൾ ഉത്തരം മുട്ടിയ തന്നെ. കാരണം അള്ളാന്റെ റസൂൽ അറബിയിലല്ല ഖുത്ബ നടത്തിയിട്ടില്ലല്ലോ. പറയുന്ന കേട്ടാ തോന്നുന്ന വേറെ വർത്താനൊക്കെ നബി മലയാളത്തിലാ പറഞ്ഞു. ഖുത്ബ മാത്രം അറബിയില്, എല്ലാ വർത്താനം മലയാളത്തിൽ പറഞ്ഞിട്ട് മിമ്പർമക്കാണ് കയറുമ്പോ പിന്നെ ഏടെടുത്ത് വായിക്കലാണെന്നാ. എവിടുന്ന് കിട്ടി ഏട്? 10 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ ഖുത്ബ നടത്തിയ ചുരുങ്ങിയത് 450 ഖുത്ബ വേണം അല്ലേ? 450 പോയിട്ട് 48 വേണ്ട, ഒരു 4 ഖുത്ബ റസൂലിന്റെത് വരെയൊക്കെ ഉണ്ടോ? വരെ എല്ലാരും കൂടി തെരഞ്ഞോട്ടെ. ഖുറാബി ഭാഷയിൽ പറഞ്ഞ മഷിട്ട് തെരഞ്ഞോട്ടെ. ഒരു മഷിട്ടാളെ തരാ എന്നാ തെരഞ്ഞോട്ടെ, എന്നാ കിട്ടുവോ? ഖുത്ബയിൽ അങ്ങനെ പറഞ്ഞു, ഖുത്ബയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയല്ലാതെ തല മുതൽ തല വരെ ഒരൊറ്റ ഖുത്ബ പോലും ഹദീസിന്റെ കിതാബിൽ സഹാബികൾ റിവായത്ത് ചെയ്തില്ല. അപ്പൊ റസൂലിന്റെ ഖുത്ബന്റെ ഏടല്ല അബൂബക്കർ സിദ്ദീഖ് വായിച്ചത്, ഓല രണ്ടാളി ഏടല്ല ഉമറുൽ ഫാറൂഖ് വായിച്ചത്, അങ്ങനെ ഏടുന്നല്ല.
അറബിയിൽ ഖുത്ബ നടത്താൻ ഈ തിരക്കടില്ല. അപ്പൊ കാന്തപുരം ബഹ്റൈനിൽ പോയിട്ട് ഫലസ്തീൻ ഇറാഖൊക്കെ പറഞ്ഞിട്ട് നല്ല ശുദ്ധ അറബിയിലോട്ട് വയലിൽ എറിഞ്ഞു. അതാ വയലില് ഒരു ഏടുമില്ല അല്ലേ? അവിടെ എന്തേ വാൾ എടുത്തൊടുക്കാഞ്ഞെന്ന് ചോദിച്ചു. മുക്ക് എടുത്തൊടുത്താല്ലേ? എടുത്തൊടുക്കാൻ അവിടെ ഉണ്ടായിട്ട് വേണ്ടേ? വാള് എന്ന് പറയലുള്ളൂ. സാധനം എന്താണെന്നറിയോ? ബടി എത്തിക്കൂർപ്പിച്ച് വജ്രക്കടലാസ് ഒട്ടിച്ചിരിക്കുക. എന്നിട്ട് അതിന് കിതാബ് പറഞ്ഞ തെളിവെന്താ അറിയോ? ദലീലൻ അന്നദീന കാമ ബിസൈഫി. ഈ വാളുകൊണ്ടാ ഈ ദീന് നിലനിന്നെന്ന് തെളിയിക്കാൻ ഈ മരം ചെത്തിക്കുറിപ്പിച്ചോണ്ടേ. ഇസ്ലാം പറയുന്നത് നമ്മൾ വാളുകൊണ്ടല്ലത് പ്രചരിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രസംഗിച്ചും വയൽ പറഞ്ഞും BJP-കാരനെ ഒതുക്കി നിർത്തുക. അപ്പൊ എന്റെ കിതാബില് എന്റെ കിതാബ് പറയുന്നത് ഈ വാളുകൊണ്ട് അത് നിലനിന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ കിതാബിലേക്ക് മുഖനിയിലുള്ളതാ, വെറുതെ പറയല്ല. അപ്പോ വെള്ളിയാഴ്ച ജുമുഅക്ക് നടക്കുന്ന ഖുത്ബയായാലും വാളെടുത്തു കൊടുക്കലായാലും അന്ന് പറയുന്ന ഹദീസ് ഏതാ നിങ്ങള്? അൽ ജുമുഅത്തു അജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. കള്ള ഹദീസാ. ജുമുഅ എന്ന് പറയുന്നത് ഫഖീർ മിസ്കീന്മാരെ ഹജ്ജാകുന്നു. മൗലാനിമാർക്ക് ഹജ്ജിയായ എന്തെല്ലാം അപേക്ഷ കൊടുക്കണം, കാത്തിരിക്കണം, പല പ്രയാസങ്ങളുണ്ട്. വെള്ളിയാഴ്ച ഇവർക്ക് ഹജ്ജാണ്. ആർക്ക്? പാവപ്പെട്ടവർക്ക്. കള്ള ഹദീസാണ്. ആ കള്ള ഹദീസ് നിത്യം പറയാണ് കാല റസൂലുള്ളാഹി എന്നും പറഞ്ഞിട്ട്. റസൂല് പറഞ്ഞു എന്ന് ഉറപ്പില്ലാത്തൊരു ഹദീസ് റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞാ ഓന്റെ വിധി എന്താ അറിയോ? നരകത്തിൽ സീറ്റ് ഉറപ്പാണ്, റിസർവ് ചെയ്തു. മുക്രിന്റെ കാര്യം സലാമത്തായി. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എന്റെ പേര് കരുതി കൂട്ടിയർ കളവ് പറഞ്ഞാൽ, കരുതി കൂട്ടിയറിന നുണയാണെന്ന് അറിഞ്ഞിട്ടും പറഞ്ഞാൽ അത് ലൈഫായ ഹദീസാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മളെ വയലു കേട്ട മുക്കരിക്ക് ഏതായാലും അറിയാലോ. എന്നിട്ടും ആ കള്ള ഹദീസ് നിത്യേന എന്നോണം വെള്ളിയാഴ്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാശറൽ മുസ്ലിമീന റഹ്മക്കുമുല്ലാഹ്, മുസ്ലിം സമൂഹം എങ്ങൾക്ക് റഹ്മത്തുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് കള്ള ഹദീസ്. കണ്ടോ? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ തന്നെ കഴിയൂല. 1940-കളിൽ മീൻചന്തയിൽ വെച്ച് സമസ്തക്കാര് പ്രമേയം പാസാക്കി മിമ്പറിന്റെ മുകളിന്ന് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തൽ ബിദ്അത്ത് മുൻകറത്താണ്, വെറുക്കപ്പെട്ട ബിദ്അത്താണ്, ഹറാമാണ്. അപ്പോ ആ പ്രമേയത്തിലുണ്ട് ഇപ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന എല്ലാ പള്ളി മഹല്ലുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അന്ന് അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഖുത്ബ എന്നിട്ട് ഖുത്ബന്റെ ഏടുണ്ടായി നന്ദി നബാത്തി ഖുത്ബ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരാള് ഞവനേങ്കാണ്ട് ഏനുക്കുട്ടി മുസ്ലിയാരോ മറ്റോ ആണ്. അന്ന് 40ഓളം ആലിമീങ്ങള് അത് ആ ഖുത്ബ നല്ല ഉപകാരപ്രദമാണ്, അതിങ്ങനെ പരിഭാഷ കൊണ്ട് ഓതുന്നത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ അഭിപ്രായം എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളാളുകൾ പറയും ഖുത്ബ ഓതുക, സൂറത്തുൽ കഹ്ഫ് ഓതുക, അൽ ബഖറ ഓതുക എന്നൊക്കെ പറഞ്ഞ ഖുത്ബ ഓതുക. ഓതാൻ ഏടുണ്ടെങ്കിലല്ലേ കൂട്ടരെ ഓതുക. ഇപ്പോൾ നമ്മളെ ചില ആളുകൾ ഈ ഖുത്ബ പരിഭാഷനെ പറ്റി നമ്മളെ അഭിപ്രായം എന്താണ്? ഖുത്ബ പരിഭാഷ ഉണ്ടാകണമെങ്കിൽ മൂലകൃതി വേണ്ടേ? ആദ്യം പരിഭാഷ എന്ന് പറയുന്നത് എന്താ? ആദ്യം മൂലകൃതി ഉണ്ടായില്ലല്ലോ. അപ്പൊ ആ പ്രയോഗം തന്നെ തെറ്റാണ്. മാതൃഭാഷയിലെ ഖുത്ബ എന്നാ നമ്മൾ പറയേണ്ടത്, ശ്രോതാക്കളുടെ ഭാഷയിലെ ഖുത്ബ എന്നാ നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനോട് ഇത്തിബാ ചെയ്യാൻ ഹംദ്, സ്വലാത്ത്, ദുആ ഇതൊക്കെ അറബിയിലായാൽ മതി. മറ്റു ഉപദേശഭാഗം ശ്രോതാക്കളുടെ ഭാഷയിലാകുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഫിഖിന്റെ കിതാബിൽ മുഴുവൻ പറഞ്ഞിട്ടും നമ്മളെ പുത്തംവാദിയാക്കാനുള്ള ഒന്നാമത്തെ തെളിവാണ് ജുമുഅയുടെ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ നടത്തുന്നു എന്നത്. ഒരൊറ്റ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. അള്ളാന്റെ റസൂൽ ഏതെങ്കിലും ഒരു വയല് മലയാളത്തിൽ പറഞ്ഞണോ? ഇവരെത്ര വയല് മലയാളത്തിൽ പറയണു? എല്ലാ വയലും മലയാളത്തിലല്ലേ, ജുമുഅന്റെ വയല് മാത്രം അറബിയില്. അതിനെന്താ തെളിവ്? അത് നിങ്ങൾ ആളുകളോട് ചോദിച്ചു നോക്കിയാൽ മതി. അത് മാത്രം പറഞ്ഞു പഠിപ്പിച്ചാൽ മതി. അള്ളാഹുവിന്റെ റസൂൽ അറബിയായിരുന്നു, റസൂലുള്ളാഹിന്റെ ശ്രോതാക്കളും അറബികളായിരുന്നു. ആ സത്യം മൂടി വെച്ചുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടത്തിയിരുന്നോ എന്ന് ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള ഒരുപാട് സംഗതികൾ അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? ഇപ്പൊ നബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ കിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത്, വലാകിൻ ശർരിഖു വ ഗരിബു, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയണം. അത് അങ്ങനെ തന്നെ കേരളത്തിൽ നടപ്പിലാക്കി എങ്ങനെ ഉണ്ടാവും?
പടിഞ്ഞാട്ടിരിഞ്ഞാ മുന്നിട്ടായി, കിഴക്കോട്ടിരിഞ്ഞാ പിന്നിട്ട് പോയി. ശരിക്കും കഴിഞ്ഞു മൂന്നല്ലേ ഹദീസിന്റെ അക്ഷരം. അത് മദീനത്തുനിന്നാ പറയണത്. മദീനത്തുനിന്ന് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞാ കിബലക്ക് മുന്നിട്ടും പിന്നിട്ടും ആവൂല. അത് ബുദ്ധി ഉപയോഗിച്ച ആർക്കും മനസ്സിലാവേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഖുത്ബന്റെ കാര്യത്തിലും. അള്ളാന്റെ റസൂൽ സംസാരിച്ചത് അറബിയിൽ, റസൂലിന് അറബി അറിയുള്ളൂ. റസൂലിന് എല്ലാ ഭാഷയും അറിയാവുന്നൊരു വാദം പേർക്കുണ്ട് കേട്ടോ, പിൽക്കാലത്തുണ്ടായ വാദ. കാരണം റസൂല് എല്ലാ ജനങ്ങൾക്കുള്ള റസൂലല്ലേ, അപ്പൊ എല്ലാ ഭാഷയും നബിക്ക് അറിയാം. ആണ് പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേക തെളിവൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇംഗ്ലീഷിൽ എത്ര വാക്കുകൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്? ബസ്, കാറ്, ഗേറ്റ്, സോപ്പ്, അല്ലേ? ഇതൊക്കെ ഇപ്പൊ ഇംഗ്ലീഷാ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റും. സ്ലൈറ്റ് എന്ന് പറഞ്ഞ്, ഗേറ്റ് എന്ന് പറഞ്ഞ്. അതുപോലെ അള്ളാന്റെ റസൂലൊക്കെ ബഹിൻ ബഹിൻ എന്ന് ഇത്ര. കുട്ടി കാരക്കെടുത്ത് തൊള്ളിയിലിട്ടപ്പോ സക്കാത്തിൻ്റെതാണ്, തുപ്പാൻ വേണ്ടിട്ട് ബഹിൻ. അത് പാർസിയാണോട് റസൂലിന് പാർസി അറിയാന്ന് ഈ തെളിവ് നോക്കണം നിങ്ങള്. ഈ രൂപത്തിൽ തെളിവുണ്ടാക്കിയിട്ട് അള്ളാന്റെ റസൂലിന് എല്ലാ ഭാഷയും അറിയുമായിരുന്നു എന്നൊരു കുത്തൻവാദവും ഇവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്ലച്ച് പിടിക്കൂല എന്ന് കണ്ടപ്പോഴാണ് തറപ്രസംഗം തുടങ്ങിയത്. എന്നിട്ടിപ്പോ തർക്കം എന്താണെന്നറിയോ? തറപ്രസംഗം ജുമാന്റെ മുമ്പ് വേണോ ശേഷം വേണോ? പേരോട് ബുക്കന്നെ എഴുതിയിരുന്നു, ജുമാന്റെ മുമ്പ് പ്രസംഗം വെക്കുന്നത് ബിദഅത്താണ്. പറയുന്നേട്ട മൂപ്പര് വെറും സുന്നത്തെ എടുക്കലുള്ളൂ തോന്നുന്നു. എടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ ബിദഅത്ത്, അത് മാത്രം മൂപ്പർക്ക് ബിദഅത്ത് പറ്റൂല. എന്നിട്ട് ഭയങ്കര തർക്കം. ഇപ്പൊ തലശ്ശേരി സൈദാർ പള്ളി, നമ്മളെ പള്ളിന്റെ അടുത്തൊരു പള്ളി, വലിയ പള്ളിയാ സൈദാർ പള്ളി. അവിടെ വമ്പിച്ച തർക്കം. ജുമാന്റെ മുമ്പ് വേണോ തറപ്രസംഗം ശേഷം വേണോ? നോട്ടീസോട് നോട്ടീസ്. ജുമാന്റെ മുമ്പ് ഒരു ഇൽമിന് വേണ്ടിയുള്ള ഇരുത്തം പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. കാരണം AP പറയുന്നത് ഇപ്പൊ ജുമാ കഴിഞ്ഞിട്ട് മതി തറപ്രസംഗം. വാസ്തവത്തിൽ ഈ തറപ്രസംഗത്തിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, മലയാളത്തിൽ ഒരു ഖുത്ബ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള സുന്നിയെങ്ങാനും മുജാഹിദ് പള്ളി പോയിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഓനെ പിടിച്ചിരുത്താൻ വേണ്ടി കണ്ടുപിടിച്ച മുറിവൈദ്യാണെന്ത് ഈ തറപ്രസംഗം. മലയാളം എന്നാലും അവിടെ ഉണ്ടല്ലോ, അതുപോലെ 2 അടി മേലെന്ന് പറയുന്നു, നമ്മളെ ഉസ്താദ് താഴെന്ന് പറയുന്നു, പള്ളിക്കൻ തന്നെ അല്ലേന്നാ. കൗമിന്റെ സ്ഥിതി അത്രയേ ഉള്ളൂ. അപ്പൊ 3 ഖുത്ബയായി. മിമ്പർമ കേറിയിട്ട് 2 ഖുത്ബയും താഴ്ന്നൊരു ഖുത്ബയും. അത് വിദഅത്തല്ല, അത് വിദഅത്തൊന്നുമില്ല. 10 കൊല്ലം അല്ലാഹുവിന്റെ റസൂല് വെള്ളിയാഴ്ച ദിവസം മിമ്പർമ കേറിയത് ഖുത്ബ അല്ലാതെ മിമ്പർമ താഴ്ന്നിട്ടൊരു ഖുത്ബ നബി നടത്തിനോ? ഇല്ല. പക്ഷെ ഇതൊക്കെ പറയാനും ഇതൊക്കെ ജനങ്ങളെ ഓർമ്മപ്പെടുത്താനും ഈ പ്രസ്ഥാനം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കളെ സാധിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. ചികിത്സാരംഗം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇന്ന് എന്തെല്ലാം പുതിയ പുതിയ ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചു. ആർക്കെങ്കിലും മുസ്ലിമീങ്ങൾക്ക് അതിനെപ്പറ്റി തർക്കം തോന്നിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ പണ്ട് അങ്ങനെയല്ല. ഹോമം, മന്ത്രം, മുട്ടർക്കല് എല്ലാം എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു ജിന്ന് രോഗമുള്ള ആള്. അതില്ലാത്ത ആളൊന്നും ഉണ്ടാവൂല. എന്ത് രോഗം വന്നാലും അതൊക്കെ ജിന്നിന്റെ രോഗമാണ്. ജിന്ന് കൂടാത്തൊരു രോഗവും അന്നുണ്ടാവില്ല. ഒക്കെ മുസ്ലിയാരെടുത്ത് പോകുക, നൂല് വാങ്ങുക. ഏലസ് ഇല്ലെങ്കിൽ ആയുസില്ലാന്നാ അന്നത്തെ വെപ്പ്. എല്ലാവർക്കും വേണം ഏലസ്. കാളകൂട്ടിന് പോകുമ്പോ കാളകൂട്ടിന് ഫസ്റ്റ് കിട്ടണം എന്ന് വിചാരിച്ച പോത്തിന്റെ അരയിലുണ്ടാവുന്നത് അയക്കല്ല്. പിന്നെ മാത്രല്ല ഊർച്ച മരത്തുമ്പോ കേർണോന്റെ ഇരിക്കാലിന്റെ അരയിലുണ്ടാവും അതേ അയക്കല്ല്. തന്നു സാധനം തന്നെ കണ്ടോ. എന്നിട്ടോ അതെങ്ങാനും പൊളിച്ചാ കണ്ണു പൊട്ടുന്ന. എന്താ പൊളിച്ചു നോക്കിയ ഉണ്ടാകുക കാര്യങ്ങള്? ഒരു കടലാസൊക്കെ എടുത്തിട്ട് അസ്മാവിന്റെ കിതാബ് പറഞ്ഞ് ഇബ്ലീസ് ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കിതാബിൽ എഴുതിയത് ഒരു നക്ഷത്രം വരഞ്ഞിട്ടുണ്ടാവും, പിന്നെ അലിഫ് ബാവ് അലിഫ് താവ് എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾ ടൈം ടേബിളിന് വരയുടെ മാതിരി വരഞ്ഞിട്ട് ആ കള്ളിയിലൊക്കെ അതും ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് ഹോമിയോപ്പതിക്കാരൻ ചെറുതായി ഗുളിക പൊതി മടക്കും പോലെ മടക്കും, മെഴുകിന്റെ തുണി പൊതി, എന്നിട്ട് നൂല് കെട്ടും. എല്ലാറ്റിനും അതന്നെ, വയറ്റുനോക്കിനും അതന്നെ, കാളോട്ടിൽ ജയിക്കാനും അതന്നെ, പ്രേമം പൊളിയാക്കാനും അതന്നെ, എല്ലാത്തിനും അതന്നെ. കണ്ടങ്ങള് ഇതപ്പൊ ആരോഗ്യ മാസികയിൽ വന്നിരിക്കുന്നു സിദ്ധന്മാരുടെ കഥകള്. അതിലൊരു സിദ്ധൻ ആരാന്നറിയോ? നമ്മളെ പാണക്കാട്ട് തങ്ങളെയും കൂടി ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടർമാരും അടക്കിയ രോഗം പോലും അദ്ദേഹം ശരിപ്പെടുത്തുന്നു. ആരോഗ്യ മാസിക ഉണ്ടാക്കിയത് എന്തിനാ? മനോരമ ആരോഗ്യത്തിൽ വന്നതാത്. ആ രീതിയിലേക്ക് നമ്മളെ സമുദായം പോലും ഇപ്പോൾ അധപ്പതിച്ചെത്തിയിരിക്കുകയാണ്. ഐക്കല്ലും ഏലസും ഉറുക്കുമില്ലാതെ. ചോദിക്കാണ്, ആത്മീയ ചികിത്സ തെറ്റാണോ? മന്ത്രം തെറ്റാണോ? മന്ത്രണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെല്ലെ പ്രാർത്ഥിക്കുക.
ഇപ്പൊ നമ്മള് രോഗിന്റെ അടുത്ത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മാ. എന്നിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് ഊതി കൊടുക്കും, കൈകൊണ്ടൊന്ന് ഇങ്ങനെ തടവി കൊടുക്കും. സാരില്ലടോ, മാറും, വിഷമിക്കണ്ട. ഇതാ മന്ത്രം എന്ന് പറഞ്ഞ. എന്നാ നമ്മളെ ആളുകൾക്ക് മന്ത്രം എന്ന് പറഞ്ഞാൽ അതല്ല. ഒരു നൂലിനെടുത്താ, ചരടിനെടുത്താ, എന്നിട്ട് ഇങ്ങനെ ഒരു കെട്ട്, ഒരു കെട്ട്, അടുത്ത കെട്ട്. ഇതാ മന്ത്രം എന്നാ നമ്മളെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മന്ത്രം എന്ന് പറഞ്ഞാൽ ചെറിയത് മെല്ലെ പ്രാർത്ഥിക്കാന്നാ അല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ട്, ബാപ്പാരുള്ളടത്ത് മക്കളും മരുക്കളും ഒന്നും മിണ്ടൂല അല്ലേ? എന്താണ് അവിടുന്ന് ഒരു മന്ത്രം എന്ന് ചോദിക്കും. എന്നാ മെല്ലെ വർത്താനം പറയണേ, കുസുകുസിക്കുക, അതിനാ മന്ത്രം എന്ന് പറയാ. അപ്പൊ മെല്ലെ പ്രാർത്ഥിക്കാന്ന അതിന്റെ അർത്ഥം. അല്ലാതെ നൂലോ വെള്ളോ അല്ലെങ്കിൽ ചരടോ എടുത്തിട്ട് ചെയ്ത് പിന്നെ ഊതിക്കെട്ടുക എന്നുള്ളതാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഊതി കൊടുക്കണേ തെറ്റൊന്നുമില്ല. നമ്മള് കുട്ടികളെ കാല് വെച്ച് കുത്തി അവിടെ കൊണ്ടുവന്ന മാറിയില്ലപ്പോ കുട്ടിക്കും സന്തോഷായി. ആരെങ്കിലും ഒരു തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? അള്ളാന്റെ റസൂൽ അങ്ങനെ വലത് കൈ കൊണ്ട് തടവി കൊടുത്തിട്ടുണ്ട്. ലാബസ് തഹൂർ ഇൻഷാ അല്ലാഹ്, സാരല്ല, ഒക്കെ മാറിക്കോളും എന്ന് പറയപ്പോ കൈ കൊണ്ട് തടവുന്നതിനോ ഊതി കൊടുക്കുന്നതിനോ ഒന്നും നമ്മൾ എതിരല്ല, മന്ത്രിക്കണീനും നമ്മൾ എതിരല്ല. പക്ഷെ മന്ത്ര വ്യവസായമാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേക സിദ്ധിയുള്ള ആളുകൾ വന്നിട്ട് ചരടിലോ അല്ലെങ്കിൽ ഏത് നൂലിലോ കെട്ടിട്ട് ഊതിക്കൊടുത്താലേ അത് മന്ത്രാവുള്ളൂ എന്ന് ഇവിടെ പഠിപ്പിക്കപ്പെട്ടു. അത് തിരുത്തി ഇസ്ലാഹി പ്രസ്ഥാനം. പ്രസവത്തിന് ബുർദ എല്ലി കൊടുക്കല. വൈക്കം മുഹമ്മദ് ബഷീർ ഫറൂഖ് സമ്മേളന സോവനീറിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പല കോലവും കെട്ടി നടന്ന കൂട്ടത്തിൽ കുറച്ചേരം മൊല്ലാക്കായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ മൂപ്പര് ഈ ബുർദ എല്ലിക്കാൻ വേണ്ടി വിളിച്ച് മൂപ്പര് പറയാണ്, ഞങ്ങൾ ഇങ്ങനെ അമർത്തി ചെല്ലണ കൂട്ടത്തിൽ തള്ള വാഞ്ഞിങ്ങൊന്ന് നിർത്തി മുസ്ലിയാരെ നിർത്തി. എന്താന്ന് ചോദിച്ചു. പ്രസവം കഴിഞ്ഞാണ്, ഇഞ്ഞി ചൊല്ലിയ ബാക്കിയുള്ളവും കൂടി ഗർഭപാത്രം അടക്കം പോവാ. അത്ര പവറാണ് ബുർദക്ക് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്ന് മാത്രല്ല, ബദർ മൗലിദിനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റം മികന്തുള്ള പേറ്റിവരുത്തത്തിൽ ഇന്ത സഹാബികൾ ഫെരിനെ ഒതുകിൽ കുറിമുടിയും മൂനം വള്ള തന്നീന്ന് കുട്ടി ഫിറക്കലില്ലാശക്കെന്നോവർ. ഏറ്റവും മികന്തുള്ള പേറ്റുവരുത്തത്തിൽ, സാധാരണ വരുത്തത്തിനൊന്നും ബദർ മൗലിദ് കൊണ്ട് കാര്യമല്ല. നല്ല കൊടുമുള്ള വേദനയാണെങ്കിൽ 313 ബദരീങ്ങളെ പേരുള്ള ബദർ മൗലിദ് അങ്ങോട്ട് ചെല്ലിയാൽ കൂറി മുടിയും മുൻ പറഞ്ഞു തീരും മുമ്പ്, ഓതി തീരും മുമ്പ് കുട്ടി പിറക്കൽ ഇല്ല ശക്കെന്നോവർ. സംശയം വേണ്ട, പെറ്റിരിക്കും, കട്ടായമാണ്. എന്നിട്ട് ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ. മുസ്ലിയാക്കന്മാര് വരെ ചെയ്യുന്നില്ല. ഡേറ്റ് തെറ്റിയ അപ്പൊ കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് മാസാമാസം ചെക്കപ്പ അല്ലേ? കാന്തപുരം ആശുപത്രി ഉണ്ടാക്കിയപ്പോഴെങ്കിലും ഉണ്ടാക്കിയെന്ന അതിനൊരു റൂം ചുങ്കത്തുണ്ടോ? ചുങ്കത്ത് ആശുപത്രി റെഡ് ക്രസന്റ് ഹോസ്പിറ്റലിലുണ്ടോ? ബദർ മൗലൂദ് ചൊല്ലി പ്രസവിപ്പിക്കൽ സെക്ഷൻ ഇല്ലല്ലോ. ബുർദ ചൊല്ലി പ്രസവിപ്പിക്കൽ റൂം ഉണ്ടോ? പിഞ്ഞാണമെഴുത്ത് റൂം ഉണ്ടോ? പ്ലേറ്റ് റൈറ്റ് തെറാപ്പി ഇംഗ്ലീഷ് ഇല്ലല്ലോ. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നതുകൊണ്ട്, മുജാഹിദ് ആയിട്ടില്ലെങ്കിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ സ്വാധീനത്തിന് വിധേയമാകാത്ത ഒരൊറ്റ മുസ്ലിയാരുമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ച് പത്രസമ്മേളനം നടത്തിയപ്പോ നിങ്ങൾ എത്ര ശതമാനം ഉണ്ടാവും എന്ന് ചോദിച്ചു പത്രക്കാര്. കേരള മുസ്ലിമീങ്ങൾ നിങ്ങൾ എത്ര ശതമാനം ഉണ്ടാവും? ഞങ്ങളെ മെമ്പർഷിപ്പ് ഉള്ളവർ കുറച്ചുള്ളൂ, മൊത്തത്തിൽ 60% ഉണ്ടാവും. ഞങ്ങളെ സ്വാധീനത്തിന് വിധേയമായ ഞങ്ങളെ പ്രബോധനം ഫലം ചെയ്ത ഒരു 60% ആളുണ്ടാവും. മറ്റൊരു ശതമാനം പറഞ്ഞു എപ്പി. എന്തൊരു പുകിലായിരുന്നു ഇവിടെ അറിയോ. വാസ്തവത്തിൽ ആർക്കാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനം ഉണ്ടാകാത്തത്? മുസ്ലിയാക്കന്മാരെ വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണിന് വരെ എഴുത്ത് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായി. ഒന്നും വേണ്ട, തലയിൽ മുടി വളർത്താൻ നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ? ഇപ്പോൾ എപികളൊക്കെ തലയെക്കെട്ട് അയച്ചിട്ട് ബാഗിൽ വെക്കുക, ബസ്സിൽ കയറിയ എന്താ തലയിൽ മുടി ഉള്ളതുകൊണ്ട്. നാട്ടിൽ ചെന്നാ മാത്രമേ അതുള്ളൂ. കാരണം ആഴ്ചക്കാഴ്ചക്ക് മുട്ട അടിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഞ്ഞി കിട്ടൂല. പേര് തന്നെ മാപ്പിള മുട്ട എന്നാണ്, മനസ്സിലായില്ലേ? പഴയ സിനിമയിലും പഴയ നാടകത്തിലൊക്കെ ഒരു മാപ്പിളയെ പ്രദർശിപ്പിക്കുക എങ്ങനെയാ?
ഒരു കള്ളിത്തുണി, ഒരു ബനിയനും, ഒരു അരപ്പട്ടിയും, ഒരു കത്തിയും, ഒരു പൊട്ടത്തലയും. അല്ലേ? ഇപ്പൊ അത് മാറിയില്ലേ? മുസ്ലിമീങ്ങൾക്ക് മുടി വളർത്താനുള്ള സ്വാതന്ത്ര്യം നമ്മളാണ്ടായി കൊടുത്തത്. മുടി ക്രോപ്പ് വെട്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോ പൊന്നാനി അങ്ങാടിന്ന് ചീഞ്ഞ കോഴിമുട്ടോണ്ട് ഏറ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ മൊയ്തു മൗലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ചില്ലറ മാറ്റ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത്. ആഫ് കയ്യും ഓന്റെ ക്രോപ്പ് മുടിവെട്ടും കണ്ടാൽ തന്നെ ഒരു വഹാബിയാന്നാ പറയാ. അന്ന് മനസ്സിലായില്ലേ? പെൺകുട്ടികളെ സ്കൂൾ പഠിപ്പിച്ചതിന്റെ പേരിൽ കാഫിർ കുഞ്ഞുമാ എന്നാണ് ഒരാളുണ്ടായിത്തരേ. കുഞ്ഞുമായിന്റെ മോളെ സ്കൂൾക്ക് അയച്ചതാ, പേര് കാഫിർ കുഞ്ഞുമായി എന്നായി. കണ്ടോ? ഇങ്ങനത്തെ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റത്തിന്റെ അലയൊലികൾ പറ്റാത്ത ഒരാളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇന്നല്ലാഹ ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. ഒരു രോഗമുണ്ടോ അതിന്റെ ഒരു മരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തിയിട്ടുണ്ടാവും. എന്ത് രോഗം വന്നാലും ആദ്യം തന്നെ അത് ജിന്നാന്ന് തീരുമാനിച്ചവിടെ കുത്തിരിക്കല്ല. എന്തു വേണം? ഡോക്ടറെ അടുത്ത് പോകണം, വൈദ്യരെടുത്ത് പോകണം, ചികിത്സറിയുന്നവരടുത്ത് പോകണം. എന്നിട്ട് അതിന്റെ അറ്റം വരെ പോയി നോക്കണം. അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ദിക്ർ ചൊല്ലുകയും ഒക്കെ വേണം. ആരോഗ്യപരമായി ഇസ്ലാം പറഞ്ഞ ചിട്ടകൾ പാലിക്കണം. അതാണ് ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞത്. ഖുർആൻ ഓതുക, ഓതിക്കൊടുക്കുക, ദിക്ർ ചൊല്ലുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കാൻ കഴിയാത്ത രോഗിക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അതാണ് ആത്മീയ ചികിത്സ. അല്ലാതെ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞൊരു വ്യവസായം വാസ്തവത്തിൽ അള്ളാന്റെ റസൂല് കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് പല ആളുകൾക്കും പല ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും. ഒരാൾ സുഖമില്ലെങ്കിൽ അയാളെടുത്ത് പ്രാർത്ഥിച്ച് ഊരി തടവി കൊടുത്താൽ അയാൾക്ക് സമാധാനം കിട്ടും. അതാണ് അത് എല്ലാ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ചെയ്തു കൊടുക്കാവുന്നതേ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയ ചികിത്സ എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം പഠിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ, സമയം വളരെ വൈകിയിട്ടുണ്ട്. സാമൂഹ്യ രംഗത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഇന്നിപ്പോ മുസ്ലിം സമുദായത്തിൽ ഒരു വേർതിരിവില്ല. എല്ലാവർക്കും പള്ളിയിൽ എല്ലായിടത്തും കയറിയിരിക്ക. പണ്ട് അകത്തെ പള്ളിയിൽ ബാർബർക്ക് കയറാൻ പാടില്ല, കബർ കുഴിക്കുന്ന മുക്രിക്ക് കയറാൻ പാടില്ല, ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന കൂട്ടർക്ക് കയറാൻ പാടില്ല. അങ്ങനെയായിരുന്നു. ഒന്നാം സഫ് റിസർവ്ഡ, മുത്തവല്ലിക്കും മുത്തവല്ലിന്റെ കുടുംബക്കാർക്കും. ആരും അങ്ങോട്ട് കയറിയിരിക്കൂല. ഇസ്ലാഹി പ്രസ്ഥാനം വന്നപ്പോ സുന്നിപ്പള്ളിയിൽ വരെ അങ്ങനെ ഉണ്ടോ? ആദ്യം വന്നോൽ ഒന്നാം സഫ് കയറിക്കും, പിന്നെ വന്നോൽ അടുത്ത സഫിലിരിക്കും. ഈ മാറ്റം കാരണം ഇവിടെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവരും ഈ സമുദായത്തിലെ ബ്രാഹ്മണന്മാരായിട്ട് ഉന്നതന്മാരാണ് എന്ന് പറഞ്ഞു വെച്ചു. നബി കുടുംബം ഉണ്ടോന്ന് ചോദിച്ചാൽ നബി കുടുംബം ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നവരൊക്കെ എന്റെ കുടുംബമാണെന്ന് പറഞ്ഞ അതിന്റെ താവഴിക്കാരുണ്ടാവും. പക്ഷെ ആരൊക്കെ ഇപ്പൊ ഇതിൽ യഥാർത്ഥ തങ്ങള് എന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അപ്പൊ ലക്ഷദ്വീപിൽ ചെന്നാ മുഴുവനും തങ്ങന്മാരാ. നമ്മളെ കൂട്ടത്തിലേക്ക് ഒരു തങ്ങൾ വന്നിട്ടുണ്ട്, FSM കോയാണ്. കോയ എന്നാ തങ്ങൾ എന്ന അർത്ഥം. അയാളിപ്പോ നൈജീരിയയില് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനാ. അയാൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നമ്മള് ലക്ഷദ്വീപ് പ്രസംഗിക്കാൻ ഞാൻ തങ്ങൾ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അതെന്താ? ലക്ഷദ്വീപിൽ ഒരൊറ്റ തങ്ങളുള്ളാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പഠിച്ചു ചരിത്രം. കാരണം ദ്വീപിന്ന് തങ്ങളായിട്ട് കേരളത്തിൽ കയറിയ നല്ല മാർക്കറ്റാ. അങ്ങനെ എല്ലാരും തങ്ങള്. അപ്പൊ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ താവഴിക്കാരി നാട്ടിലുണ്ടാകാം. ഉണ്ടാവട്ടെ, ഉണ്ടാവാതിരിക്കട്ടെ. അവർ ചെറുപ്പം മുതൽക്കേ എല്ലാവരുടെയും ബഹുമാനം കിട്ടണം. അവരെത്ര തമ്മാടിത്തം ചെയ്താലും അവനെ ബഹുമാനിക്കണം എന്നതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. മനസ്സിലായില്ലേ? താടി വടിച്ച് തുണിയും താത്തി കൊടുത്ത് വീടിയും ഭരിച്ച് മുപ്പരങ്ങനെ പോകും. പള്ളിക്ക് ജമാഅത്തിനോട് കേരളം എന്നാലും ഓർ തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ പിന്നാലെ കൂടുന്ന അവസ്ഥ ഈ സമുദായത്തിൽ ഉണ്ടായിരുന്നു. പള്ളിയിൽ വെള്ളം കോരുന്ന ആള് മുക്രി. അന്ന് മോട്ടറില്ലല്ലോ. വടക്കൻ കേരളത്തിൽ തണ്ണീം കോരി എന്നാ പറയാ. മനസ്സിലായില്ലേ? തണ്ണീം തന്നെ വെള്ളം കോരി ഹൗദിൽ ഒഴിക്കുന്ന ആള്. അയാൾക്ക് ഇന്നും നമ്മളെ സമുദായത്തിൽ ആ കുടുംബത്തിൽ പറഞ്ഞ ആളുകൾക്ക് ഒരു ചെറിയ ഉച്ചനീചത്വം നമ്മളെയൊക്കെ ആളുകളെ മനസ്സിലുണ്ട്. അല്ലേ? കല്യാണം ആലോചിക്കുമ്പോഴേ അത് നമുക്ക് പറ്റില്ല. തണ്ണീങ്കോരിന്റെ മോളാന്ന്. തണ്ണീങ്കോരി മരിച്ചിട്ട് 2 തലമുറയായി. എന്നാലും മോളക്കോഴിയും നമുക്ക് പറ്റൂല എന്ന സ്ഥിതി നമ്മളെ ആളുകളെ മനസ്സിന്റെ ഉള്ളിൽ ജാഹിലിയത്തുണ്ട് എന്നതിന്റെ തെളിവാണ്. പക്ഷെ ഇതൊക്കെ വമ്പിച്ച മാറ്റം വന്നുപോയി. ഇപ്പോ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു, പിന്നെ ക്ഷുരകപ്പണി എടുക്കുന്ന ബാർബർ പണി എടുക്കുന്ന സഹോദരന്റെ മകൾ സാധാരണ മുസ്ലിമിന് കുഫു വെക്കൂല എഴുതി വെച്ചിട്ടുണ്ട്. ഓന്റെ വീട്ടിൽ നിന്ന് ഓന്റെ കൂടെ ഭക്ഷണം കഴിക്കൽ കറാഹത്താണ്. അപ്പൊ അതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ മുസ്ലിയാക്കന്മാര്? അങ്ങനത്തെ ആളുകൾ അകത്തെ പള്ളി കയറ്റാൻ പാടില്ല.
നടപ്പിലാക്കുന്നുണ്ടോ മുസ്ലിയാക്കന്മാര് കിതാബ് പറഞ്ഞത്? വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വന്നിട്ട് ആയത്തങ്ങ് ഓതിക്കൊടുത്തു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ആയത്ത് ഓതിക്കൊടുത്തു. മാത്രല്ല നിങ്ങളെ ഗോത്രങ്ങളും മറ്റുമൊക്കെ ആക്കി, ഗോത്രങ്ങളും കുടുംബങ്ങളും ഒക്കെ ആക്കി ഗ്രൂപ്പുകളാക്കിയൊക്കെ മാറ്റിയത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കണ്ടോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഏത് കുടുംബത്തിൽ ജനിച്ചവനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഏറ്റവും തഖ്വയുള്ളവൻ ആരോ അവനാണ് അല്ലാഹുവിൽ ആദരണീയൻ എന്ന ഇസ്ലാമിന്റെ സമഭാവനയുടെ സന്ദേശം, സമത്വത്തിന്റെ സന്ദേശം കേരള മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ കേരള മുസ്ലിമീങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം ചെലുത്തിയ സ്വാധീനം വമ്പിച്ചതായിരുന്നു. ഈ പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കേരള മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്ന് എടുത്ത് പരിശോധിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിശ്വാസ രംഗത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു 2% ആളുകൾ പോലും ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. യശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു മങ്കൂസോ ഒരു മാലയോ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഓ മുസ്ലിം അല്ല എന്ന് തീരുമാനിച്ചിരുന്ന കാലത്താണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഫലങ്ങൾ മുസ്ലിം സമുദായത്തിൽ കണ്ടു തുടങ്ങി. ഒരുപാട് മാറ്റങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടായി. ആ മാറ്റങ്ങളൊക്കെ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മുന്നേറ്റത്തിൽ നമ്മൾ കൂട്ടായ ഈ മുന്നേറ്റത്തിൽ നമ്മൾ നമ്മുടേതായ പങ്ക് വഹിക്കണം. എല്ലാവരും ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിച്ചാൽ മതി എന്നാണ് ഇപ്പോ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കേൾക്കുന്നത്. പുണ്യത്തിലും പക്വതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണമെന്ന് ഖുർആന പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ സംഘടന ഉണ്ടാക്കാനുള്ള തെളിവ് എന്താന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ ആയത്ത് മാത്രങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. സംഘടന ഉണ്ടാക്കുന്നതിന്റെ ഹുക്കം എന്താന്ന് ചിലരോട് ചോദിക്കും. ഫർള നമ്മൾ പറഞ്ഞിട്ടില്ല. സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞില്ല. പിന്നെന്താ? അത് ജായിസായ ഒരു കാര്യമാണ്. ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഈ മൈക്ക് ഓഫായാൽ കുറെ തൊള്ളിട്ടാൽ അങ്ങോട്ട് കേൾക്കൂല, ദൂരത്ത് കേൾക്കൂല. മൈക്കുണ്ടെങ്കിലോ മെല്ലെ പറഞ്ഞാൽ മതി, എല്ലാവർക്കും കേൾക്കും. അതുപോലെ ഇപ്പൊ നമ്മളൊക്കെ നടന്നു പോയാലും ഷാർജയ്ക്കും ദുബായിക്കും ഒക്കെ എത്തും അല്ലേ? ചിലപ്പോ അബുദാബി എത്തുമ്പോഴത്തെ നേരം വെളുക്കുന്നുള്ളൂ, നടന്നാ എത്തുമല്ലോ. പക്ഷെ വണ്ടി കാറുണ്ടെങ്കിൽ എളുപ്പത്തും. വാസ്തവത്തിൽ സംഘടന എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംവിധാനമാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഭൗതികമായ ഒരു സംവിധാനമാണത്. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഇസ്ലാമല്ല, ഇസ്ലാമിന് വേണ്ടിയുള്ള സംഘടനയാണ്. പിന്നെ സംഘടനാപരമായ പക്ഷപാതിത്വം നിങ്ങൾക്കും ഇല്ലേ എന്നാ ചില ആളുകൾ ചോദിക്കുന്നത്. ഹിസ്ബിയത്തില്ല നിങ്ങൾക്ക്. ഹിസ്ബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് തെറ്റ് ചെയ്താലും അത് സംഘടനയുടെ പേര് ന്യായീകരിക്കുന്ന സ്വഭാവം മുജാഹിദുകൾക്കില്ല. അങ്ങനെ ചില സംഘടനാ ഭക്തന്മാരുണ്ട് ഇവിടെ. ഇപ്പോ ഒരു തെറ്റ് സംഭവിച്ചാൽ കാര്യം AP അബ്ദുൽ ഖാദർ മൗലവി നമ്മളെ നേതാവൊക്കെ തന്നെയാണ്, പക്ഷെ ആ പറഞ്ഞത് തെറ്റാണ്. സാധാരണക്കാരൻ മുജാഹിദ് പറയും KM മൗലവി മൗലിദ് ന്യായീകരിച്ച് അൽ മുർഷിദ് എഴുതിയിരിക്കുന്നു. മുസ്ലിയാർ 1/2 മണിക്കൂർ വയലറിയും. നമ്മളെ മറുപടി ഒരു വാചക, KM മൗലവി അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, കഴിഞ്ഞ്. നമുക്ക് ഹിസ്ബിയത്തില്ലാതുള്ളതിന്റെ തെളിവാത്. KM മൗലവി അല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരും മഅസൂമികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മുസ്ലിയാരെ. അവർക്ക് തെറ്റുപറ്റാം. അവരെ ദീനിലേക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്, ഞങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. അതുകൊണ്ട് നമുക്ക് കക്ഷിത്വമില്ല, കക്ഷിത്വം ഉണ്ടാകേണ്ടതുമില്ല, കക്ഷിത്വം ഉണ്ടാകാൻ പാടുമില്ല. നമ്മളെ കക്ഷിക്കാരോട് മാത്രം സലാം പറയാ, അവരെ രോഗം കാണാൻ മാത്രം പോവുക, അവരെ കല്യാണത്തിന് മാത്രം കൂടുക, അവരെ മയ്യത്തിന്റെ ഒപ്പം മാത്രം, അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടോ? അതാണ് കക്ഷിത്വത്തിന്റെ സ്വഭാവം. അതിന്റെ പേരിൽ സ്നേഹിക്കുക, അതിന്റെ പേരിൽ വെറുക്കുക, അതില്ല. അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുകയും അള്ളാഹിന്റെ പേരിൽ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. നിസ്കരിക്കാത്ത ഒരുത്തൻ, തമ്മാടിയും താന്തോന്നിയും നടക്കുന്നവൻ, ഓൻ ഏത് പാർട്ടിക്കാരനായാലും അവനോട് നമുക്ക് വെറുപ്പുണ്ടാവും അല്ലേ? എന്നുവെച്ചാൽ വേറൊരു പാർട്ടിക്കാരനാണ്, പക്ഷെ നിസ്കാരമുണ്ട്, ദീനുണ്ട് എങ്കിൽ നമ്മൾ അവനെ സ്നേഹിക്കും, അവനെ കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കും അല്ലേ? നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയല്ലോ, നിങ്ങൾ ഈ കവറിങ്ങൊക്കെ പോണം, നിങ്ങൾക്ക് ഇതെന്ന് അറിഞ്ഞൂടെ? സ്നേഹബുദ്ധിയെ നമ്മൾ അവരെ ഉപദേശിക്കും. അതെന്തുകൊണ്ടാ? നമുക്ക് കക്ഷിത്വം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മുസ്ലിമീങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുകയും ഏതൊരു മുസ്ലിമിനോടും സലാം പറയുകയും ചെയ്യുന്നു. ഇവിടെ കക്ഷിത്തുള്ള ചില കൂട്ടരുണ്ട്, ജമാഅത്തികളോട് സലാം പറയാൻ പാടില്ല. അപ്പൊ ആദ്യം കണ്ടാല് നിങ്ങളെ പേരെന്താ? അബ്ദുൽ ഖാദർ. നിങ്ങൾ ഏതാ പാർട്ടി? എന്നാ പാർട്ടി.
സുന്നിയാണല്ലേ, പിന്നെ അല്ലേ, എന്നാ അസ്സലാമു അലൈക്കും. അങ്ങനെ പറയണം എന്നാ പറയുന്നത്. മുജാഹിദുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അറിയുന്നവർക്കും അറിയാത്തവർക്കും പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയണമെന്നാ ഇസ്ലാഹി പ്രസ്ഥാനം അങ്ങനെ തന്നെയാ പഠിപ്പിച്ചിട്ടുള്ളൂ. ആ സ്വഭാവമാണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള കക്ഷിത്വവും ഇല്ല. കക്ഷിയുടെ പേരിൽ ആളുകളെ വെറുക്കുകയോ കക്ഷിയുടെ പേരിൽ ആളുകളെ സ്നേഹിക്കുകയോ ചെയ്യുന്നില്ല. നമ്മള് എല്ലാവരോടും ദീനിനെ സ്നേഹിക്കുന്ന, ദീൻ ജീവിതത്തിൽ പാലിക്കുന്ന എല്ലാവരോടും നമുക്ക് സ്നേഹമാണ്. ദീൻ ജീവിതത്തിൽ ഇല്ലാത്തവൻ അവൻ ഏത് പാർട്ടി, നമ്മളെ പാർട്ടിപ്പെട്ടവനായിക്കോട്ടെ, പേര് മാത്രം മുജാഹിദ്, ഞാനും മുജാഹിദാണ്, ഒരു ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല. മോന്തമ്മക്കൊക്കെ ദീനുണ്ടാവില്ല, വസ്ത്രത്തുമൊക്കെ ദീനുണ്ടാവില്ല, പെരുമാറ്റത്തിൽ ദീനുണ്ടാവില്ല. ഓനെ നമ്മൾ സ്നേഹിക്കോ? ഓനെ നമ്മളെ കക്ഷിക്കാരനെ വെച്ചിട്ട് സ്നേഹിക്കൂല. അപ്പൊ നമ്മൾ അള്ളാന്റെ പേരിൽ സ്നേഹിക്കുക, അള്ളാന്റെ പേരിൽ വെറുക്കുക. സംഘടനയുടെ പേരിൽ സ്നേഹിക്കുകയും സംഘടനയുടെ പേരിൽ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് കക്ഷിത്വം. അത് നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യാൻ പാടുമില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം എന്ന സംഘടന ബിദ്അത്താണെന്ന് ഫത്വ കിട്ടാൻ വേണ്ടി കൊടുത്ത ചോദ്യത്തിൽ അങ്ങനെയുള്ളത്. ഏറ്റവും വലിയ കക്ഷിത്വമുള്ളവരാണിവർ, ഹിസ്ബിയത്തുള്ളവരാണിവർ എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. പിന്നെ അവരെ കൂട്ടത്തിൽ അവർ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമ്മൾ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മ്യൂസിക് തെറ്റാണെന്ന് പറയുന്നവരാ നമ്മള്. പക്ഷേ അറിയാത്ത ചില ആളുകൾ, അല്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തവരൊന്നും മ്യൂസിക് ഉപയോഗിക്കുന്നുണ്ട്. അവർ ഫോട്ടോ തസ്വീറിന്റെ ആളുകളാണ്. നമ്മൾ അത്യാവശ്യത്തിനല്ലാതെ ഫോട്ടോ എടുക്കലുണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലേ? ഒരു സമ്മേളനത്തിലോ ഒരു യോഗത്തിലോ അനാവശ്യമായ കുറെ ഫോട്ടോ എടുക്കാൻ ചിലപ്പോ അത് ഏർപ്പാട് ചെയ്ത ആൾക്ക് അതിന്റെ ഗൗരവം അറിയാത്തോണ്ടായിരിക്കും. 2-3 ഫോട്ടോ എടുക്കുമ്പോ നമ്മൾ ഇനി പോയിക്കോ അറിയും. ഒരു യോഗം, ആ യോഗം ഉണ്ടെന്നറിയാൻ ഉദ്ഘാടകനെയോ മറ്റ് ഗവൺമെന്റിനോ പോലീസ് സ്റ്റേഷനോ മറ്റൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി 1 ഫോട്ടോ 2 ഫോട്ടോ എടുക്കാനല്ല, വൃദ്ധ ഫോട്ടോകൾ ഇങ്ങനെ എടുക്കണേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. അതുപോലെ മ്യൂസിക് തെറ്റാണെന്ന് നമ്മൾ എക്കാലത്തും പറയും. തൗഹീദ് ഗാനം വരെ മ്യൂസിക്കിൽ ഇറക്കിയെന്ന് നമ്മളെ നിർത്തിയില്ലേ? എന്തുകൊണ്ടാ? അത് നമ്മൾ സെലഫിയത്ത് മനസ്സിലാക്കിയപ്പോ നമ്മളത് വിട്ടിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടം ആളുകൾ, വിവരമില്ലാത്ത ചില ആളുകൾ ചെയ്യുന്നത് സംഘടനയുടെ മൊത്തം കാര്യക്കാറ്റ് ഫത്വ ചോദിച്ചാൽ അങ്ങനെ തന്നെയാ കിട്ടുക. പിന്നെ നമ്മൾ സംഘടനാ മെമ്പർഷിപ്പിൽ എഴുതി കൊടുക്കുന്നില്ലേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കൊള്ളാം, അതൊരു തരം ബൈഅത്തല്ലേ, അമീറുൽ മുഅ്മിനീൻ അല്ലാതെ ബൈഅത്ത് ചെയ്യാൻ പാടുണ്ടോന്ന്. അമീറുൽ മുഅ്മിനീന് ചെയ്യുന്ന ബൈഅത്തോ അല്ലെങ്കിൽ സൂഫികൾ അവരെ തരീഖത്തിൽപ്പെട്ട ശൈഖന്മാർക്ക് ചെയ്യുന്ന ബൈഅത്തോ അതുപോലത്തെ ഒരു ബയ്യത്താണോ നമ്മളേത്? ആണോ? സൂഫി തരീഖത്തിലെ ശൈഖിന് ബയ്യത്ത് ചെയ്ത് എങ്ങനെ? മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പിൽ മയ്യത്ത് എങ്ങനെയായിരിക്കണം അതുപോലെ ആയിരിക്കണം മുരീദ് ശൈഖിന്റെ മുമ്പിൽ. എന്ത് ശൈഖ് പറഞ്ഞാലും അതൊക്കെ അനുസരിച്ചോളണം, ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? AP അബ്ദുൽ ഖാദർ മൗലവിയെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു കൊള്ളാവുന്ന ആണോ നമ്മൾ പറയുന്നത്? അല്ലല്ലോ. AP അബ്ദുൽ ഖാദർ മൗലവി ഒരു സർക്കുലർ അയച്ചു. അപ്പൊ ഒരു യൂണിറ്റിൽ അത് നടപ്പിലാക്കിയില്ല. അപ്പോ നാളെ പടച്ചോൻ ചോദിക്കോ അമീറുൽ മുഅ്മിനീന്റെ കൽപ്പന ലംഘിച്ച ശിക്ഷ നരകത്ത് കിടക്ക്? ഇല്ലല്ലോ. നമ്മൾ സർക്കുലർ അയക്കുന്നത് കേരളത്തിൽ മൊത്തം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു സർക്കുലർ ആയിരിക്കും. അത് ചില ജില്ലകളിൽ നടക്കൂല. കണ്ണൂരിൽ വർഗീയ കലാപമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്, അവിടെ പോയി നടക്കൂല, അപ്പൊ നടത്തേണ്ടതില്ല. എല്ലാ കാര്യവും എല്ലാ സ്ഥലത്തും നടക്കും എന്ന് വിചാരിച്ചിട്ടല്ല. അങ്ങനെ ഒരു സർക്കുലറിന് നമ്മൾ എതിര് പ്രവർത്തിച്ചു, സർക്കുലർ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ കൽപ്പന ലംഘിച്ച് അദ്ദേഹത്തെ ബയ്യത്ത് ചെയ്ത ആൾ ലംഘിച്ച കുറ്റം നമുക്ക് ഉണ്ടാവുമോ? ഇല്ല. വ്യക്തമായും മുൻഗാമികളായ പണ്ഡിതന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ നസീഹത്തുൽ ദഹബിയ്യ ഇലൽ ജമാഅത്തുൽ ഇസ്ലാമിയ്യ എന്ന പുസ്തകത്തിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരാളോട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് കരാർ ചെയ്യുന്നത്, ശരഈയായ ഒരു നല്ലൊരു കാര്യം ചെയ്യാമെന്ന് ഒരാളോട് കരാർ ചെയ്യുന്നത് തെറ്റല്ല എന്ന് അദ്ദേഹം തെളിയിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്താണ് വിഷയമെന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. പിന്നെ ഒരു ബഹുജന സംഘടനയാകുമ്പോൾ അതിലുള്ള എല്ലാവരും വളരെ ക്ലിയർ ആണെന്ന് നമുക്ക് അഭിപ്രായമില്ല. പലതരം ആളുകളുണ്ട്, അവരൊക്കെ നന്നാക്കിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് പല തെറ്റുകളുണ്ട്. അത് സംഘടനയുടെ തെറ്റല്ല, വ്യക്തികളുടെ തെറ്റാണ്. ആ തെറ്റായ തെറ്റുകൾ ചെയ്യുന്ന, തെറ്റുകളിൽ അകപ്പെട്ടിട്ടുള്ളവരെ തിരുത്താനും ശരിപ്പെടുത്താനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തൗഹീദി പ്രബോധനത്തിന് വേണ്ടിയുള്ള ഈ ചുമര് അത് നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ കൂട്ടായി പ്രവർത്തിക്കണം. പണക്കാരൻ പണം ചെലവാക്കണം, ആരോഗ്യമുള്ള ആരോഗ്യം ചെലവാക്കണം, സമയമുള്ള സമയം ചെലവാക്കണം, വിജ്ഞാനമുള്ള വിജ്ഞാനം ചെലവാക്കണം. എന്തെല്ലാം കഴിവുകൾ നമുക്കുണ്ടോ അതൊക്കെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക.
ആ കഴിവുകളെ മുഴുവനും ഒരുമിപ്പിക്കുക. അതിനുള്ള സംവിധാനമാണ് സംഘടന എന്ന് പറയുന്നത്. അല്ലാതെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള സംഘടനയല്ല, സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള, അതുപോലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി വിജയപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് നമ്മുടേത്. അതിനുള്ള ഒരുമിച്ച് കൂടലാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ദീനിനെ ഏറ്റക്കുറച്ചിൽ കൂടാതെ ജനങ്ങൾക്ക് എത്തിക്കുവാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടക്കുകയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ പങ്ക് വഹിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് പറയാനുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ സമയം ഇനിയും ഉപയോഗപ്പെടുത്തുന്നത് ഭംഗിയല്ലെന്ന് മനസ്സിലാക്കി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറയാം. വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റണമെന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ പറയും, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅന, ഞങ്ങളെ കാരണവന്മാരെ ഏതൊരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടിട്ടുണ്ടോ അതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അത് ഖുർആൻ ചോദിക്കാണ്. അവലൗകാന ആബാഉഹും ലാ യഅഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ വാപ്പ കാരണവന്മാർ ചിന്തിക്കാത്തവരും ബുദ്ധി ഉപയോഗിക്കാത്തവരുമാണെങ്കിലുമോ. ഈ ചോദ്യം 1400 കൊല്ലം മുമ്പുള്ളതാണ്. നമ്മളോടും അത് ചോദിക്കും. നിന്റെ ഉപ്പ നരകത്തിലാ, നിന്റെ ഉപ്പാപ്പ നരകത്തിലാ, നീ പറയുന്നതാണ് ശരിയെങ്കിൽ അവരൊക്കെ നരകത്തിലാകണ്ടേ എന്നൊക്കെ ചോദിച്ചു ഉത്തരം മുട്ടിക്കാൻ ശ്രമിക്കും. അവിടെയൊക്കെ ഇസ്ലാമിന്റെ യഥാർത്ഥ മറുപടി നാം അവർക്ക് നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഇസ്ലാഹ് മാസികയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ അനൗൺസ് ചെയ്തിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഫോറം കിട്ടിയിട്ടുണ്ടാകും, നിങ്ങളത് പൂരിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ പൈസ ഇല്ലാത്തവർ യൂണിറ്റ് തലത്തിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ പതിപ്പ് പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം അതിനുണ്ടാകണം. 10ഓ 12ഓ ഉള്ള ഖുറാഫി പ്രസിദ്ധീകരണങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന നമ്മുടെ ഒരു പ്രധാന പ്രസിദ്ധീകരണമാണ് ഇസ്ലാഹ് മാസിക. അത് നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം അതിനുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടെ പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ.